തങ്ങളുടെ മൈക്ക് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. തുടങ്ങാലോ അല്ലേ? തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പ്ലാൻ അനുസരിച്ച് കോയമ്പത്തൂരിൽ നിന്നാണ് ക്ലാസ് ഞാൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഒരു അച്ഛൻ ഈയിടെ മരിച്ചതുകൊണ്ട് ഇന്നായിരുന്നു അടക്ക്. പൊതുവെ കാരണം തിരിച്ചുകൂടെ ഇവിടെ വന്നു. ഇന്നിപ്പം ഞാൻ ജനറേറ്റർ തന്നെയാണ്. എൻ്റെ മുറിയിൽ നിന്നാണ് ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ മർഗനീസ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഫോറത്തിൽ വന്ന് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഈ ക്ലാസ്സിന് എന്നെ ക്ഷണിച്ച അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിശുദ്ധ രഹസ്യങ്ങളുടെ കൗദാശികത്വം എന്നുള്ള ഒരു തീമാണ്. ദ സാക്രമെന്റാലിറ്റി ഓഫ് ദ മിസ്റ്ററീസ്, റാസാന യൂത്ത എന്നൊക്കെ പറയും. അത് എടുക്കുമ്പോൾ കുറച്ച് ഇത് ബേസിക് ആയിട്ടുള്ള ചില പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭയിലെ കുദാശകളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില ചിന്തകളാണ്. ആ ചിന്തകൾ മനസ്സിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഈ കുദാശകളെ നമ്മൾ ശരിയായ രീതിയിൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്ലാസ്സുകളൊക്കെ നേരത്തെ ഉണ്ടായിട്ട് കാണും. സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ വളർച്ച 3 ദിശകളിലേക്കായിട്ടായിരുന്നു. ഒന്ന് ലാറ്റിൻ വെസ്റ്റ്, ഗ്രീക്ക് ഓറിയന്റ് ആൻഡ് സിറിയക് ഈസ്റ്റ്. സിറിയക് ഈസ്റ്റ് തന്നെ സിറിയക് വെസ്റ്റും ഉണ്ട്, സിറിയക് ഈസ്റ്റും ഉണ്ട്. സിറിയക് വെസ്റ്റും സിറിയക് ഈസ്റ്റും ഒക്കെ ഒന്നായിട്ടായിരുന്നുവെങ്കിലും 2 സാമ്രാജ്യങ്ങളിലായിട്ടാണ് സിറിയക് ഈസ്റ്റ് ഉണ്ടായിരുന്നത്. വെസ്റ്റ് റോമ സാമ്രാജ്യത്തിന് കീഴിലും ഈസ്റ്റ് ബാബിലോണിയൻ അല്ലെങ്കിൽ കാൽഡിയൻ ഓർ അസീറിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലും. അപ്പൊ അതുകൊണ്ട് വെസ്റ്റ് സിറിയനിൽ അല്പം ഗ്രീക്ക് സ്വാധീനം കൂടുതലുണ്ട്. അതേസമയം ഈസ്റ്റ് സിറിയനിലെ ആദ്യകാല അപ്രൈമിന്റെയും അപ്രാത്തിന്റെയും നസായിയുടെ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ആ കാലഘട്ടത്തില് പ്യുവറായിട്ടുള്ള ഒരു സിറിയൻ ട്രഡീഷനാണ് ഈ പൗരസ്ത്യ സുറിയാനി സഭയിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ 3 ദിശകളിലും വളർന്ന ആരാധനക്രമം പിന്നെ കൂദാശകളുടെ കൂദാശകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കൂദാശകളെ മിസ്റ്റേരിയോൺ എന്നാണ് ഗ്രീക്ക് സഭകളിൽ അറിയപ്പെടുന്നത്. മിസ്റ്റേരിയോൺ. ലാറ്റിൻ സഭയിൽ അറിയപ്പെടുന്നത് സാക്രമെന്തും. അതേസമയം സുറിയാനി സഭയിൽ ഈ കൂദാശകളെ അറിയപ്പെടുന്ന റാസ സിംഗുലർ, റാസെ പ്ലൂറൽ. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ചിന്ത. ഇനി ഈ 3 വാക്കുകൾക്കും വ്യത്യസ്തമായ നുവാൻസസ് ആണ്. സാക്രമെന്തും എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സാക്രമെന്റും എ വിസിബിൾ സൈൻ ഓഫ് എൻ ഇൻവിസിബിൾ ഗ്രേസ് എന്നാണ് നമ്മൾ ആദിമസഭയിൽ പ്രത്യേകിച്ച് അഗസ്റ്റിന്റെയും മറ്റും നിർവചനങ്ങൾ അതാണ്. വാട്ട് ഈസ് എ സാക്രമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിസിബിൾ സൈൻ, കാണപ്പെടുന്ന അടയാളം, ഇന്ദ്രിയ ഗോചരമായ അടയാളം. അപ്പം കാണപ്പെടുന്ന ഒരു അടയാളത്തിലൂടെ ദൈവിക രഹസ്യങ്ങളെ അല്ലെങ്കിൽ ദൈവിക വരപ്രസാദത്തെ സൂചിപ്പിക്കുകയും നൽകുകയും. പക്ഷെ സാക്രമെന്തും എന്ന പദത്തിൽ
മെയിൻ അതിന്റെ ത്രസ്റ്റ് മുഴുവൻ അത് സൂചിപ്പിക്കുക, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എന്നുള്ള ആ കോൺസെപ്റ്റാണ് കൂടുതൽ കാണപ്പെടാതെ ദേവി വരപ്രസാദം നൽകുന്ന കാണപ്പെടുന്ന അടയാളങ്ങളാണ് കുദാശകൾ. അതാണ് ഈ സാക്രമെന്തും എന്നതിനെ പറ്റി പറയുന്നത്. മിസ്റ്റേരിയോൺ എന്ന ആ കോൺസെപ്റ്റില്, അപ്പം ഈ സാക്രമെന്തും എന്ന കോൺസെപ്റ്റില് വിസിബിൾ ഡയമെൻഷനാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതെങ്കിൽ മിസ്റ്റേരിയോൺ എന്ന പദം കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് അതിൻ്റെ കാണപ്പെടാത്ത ആ മാനമാണ് മിസ്റ്റേരിയോൺ. അതേസമയം റാസ എന്ന പദം ഒരു പ്രത്യേകത, അത് കാണപ്പെടാത്തതും കാണപ്പെടുന്നതുമായിട്ടുള്ള രണ്ട് ഡയമെൻഷൻസിനെയും ഹൈലൈറ്റ് ചെയ്യുന്നു. റാസ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് വാക്കും ഉപയോഗിക്കാനായിട്ട് കുദാശകളെ കുറിച്ചാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ അർത്ഥങ്ങളിൽ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത് അടയാളങ്ങളും പ്രതീകങ്ങളും. എന്താണ് അടയാളം? വാട്ട് ഈസ് എ സൈൻ? സൈനിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സൈൻ എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവോ ഒരു വ്യക്തിയോ ഒരു സ്ഥലമോ ഒരു ആക്ഷനോ ആകും. അതൊരു സ്ഥലമാകാം, ഒരു ആക്ഷൻ ആകാം, ഞാൻ പറഞ്ഞ വ്യക്തിയോ ഒരു വ്യക്തിയാകാം, ഒരു സ്ഥലമാകാം, ഒരു ആക്ഷൻ ആകാം. വേറെ പറഞ്ഞ തന്നെ വസ്തു തിങ്. ഇറ്റ് ക്യാൻ ബി എ തിങ്, an action, a place or a person. 4 ആകും. അപ്പം ഈ അടയാള ഈ 4 കാര്യങ്ങളും അതിൽ തന്നെ ഇറ്റ് സിഗ്നിഫൈ സംതിങ് ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ് സംതിങ് എൽസ്. എന്തായിരിക്കുന്നുവോ അത് സൂചിപ്പിക്കുന്നു. ഒരു വസ്തു, വെള്ളം, ഉദാഹരണം വെള്ളം ഒരു വസ്തുവാണ്. വെള്ളത്തിന് ചില ഗുണങ്ങളുണ്ട്. എന്താണ് വെള്ളത്തിന്റെ ഗുണം? വെള്ളത്തിന്റെ ഗുണം എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് പറഞ്ഞാല് വെള്ളത്തില് അത് ജീവൻ നൽകുന്ന, അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അത് നശിപ്പിക്കുന്നതുമാണ്. ഫ്ലഡ് അങ്ങനെയാണ്. ഒരേ വസ്തുവിന് 2 ഓപ്പോസിറ്റ് മാനങ്ങളാണ്. ഒന്ന് അത് ജീവൻ നൽകുന്നു, ജീവിപ്പിക്കുന്നു. നമ്മൾ ജീവിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്നു. അതേസമയം ഇറ്റ് ഓൾസോ ഡിസ്ട്രക്റ്റീവ്. അപ്പം ഈ ഒരു ഡയമെൻഷൻ നമ്മുടെ കുദാശ ജീവിതത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മാമോദീസായിൽ വെള്ളം മാമോദീസായിൽ നമ്മൾ വെള്ളത്തെ കാണുന്നതും കാണേണ്ടതും ഇറ്റ് ഡിസ്ട്രോയ്സ് സംതിങ് ആൻഡ് ഗീവ്സ് എ ന്യൂ ലൈഫ്. അതുകൊണ്ടാണ് മാമോദീസ തൊട്ടിയിൽ അല്ലെങ്കിൽ ഒരു കുളത്തില് 3 തരത്തിലുള്ള മാമോദീസയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ക്രമത്തിനകത്ത് 3 തരത്തിലുള്ള മാമോദീസ, 3 രീതിയിൽ മാമോദീസ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ കംപ്ലീറ്റ് മുക്കിയിട്ട്, so when he goes down into the water he dies, and when he comes up with a new life. അതിന് ഉദാഹരണങ്ങളാണ് യോർദാൻ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വന്നപ്പോൾ ചാവുകടൽ കടന്നത്. അതൊക്കെ ആ ഒരു സിംബളിസമാണ്. വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു സാധനമാണ്. അതിന്റെ സ്വാഭാവിക ഗുണങ്ങൾ എന്താണ്? സ്വാഭാവികമായ ഗുണങ്ങൾ, അത് ഓയിൽ നമ്മൾ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ
ആരോഗ്യത്തെ മസാജ് ചെയ്യാനായിട്ട്, സോ ടു റീജുവനേറ്റ്, അതിനുവേണ്ടി നമ്മൾ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓയില് എംബാം ചെയ്യാനായിട്ട് ഓയിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ തിരി കത്തിക്കാൻ ഉപയോഗിക്കും. പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതിനകത്ത് മെയിനായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ അത് സ്ട്രെങ്തനാണ്. അത് നമ്മുടെ സാക്രമെന്റൽ ലൈഫിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ദി ഓയിൽ ബിക്കം സ്പിരിച്വൽ സ്ട്രെങ്ത്. അതിന് ആ ഓയിൽ കൊണ്ട് നമ്മൾ അഭിഷിക്തരാകുമ്പോൾ, അല്ലെങ്കിൽ ഓയിൽ നമ്മുടെ ശരീരത്തിൽ സ്മിയർ ചെയ്യുമ്പോൾ, നമ്മൾ ഓയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തെ ഇത് ചെയ്യുമ്പോൾ, മസാജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുമ്പോൾ, വാട്ട് ഇറ്റ് സിഗ്നിഫൈസ് ശക്തി, ആത്മീയമായ ശക്തി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് രോഗിലേപനത്തിൽ സംഭവിക്കുന്നത്, സ്ഥൈര്യലേപനത്തിൽ സംഭവിക്കുന്നത്, മാമോദീസായിൽ സംഭവിക്കുന്നത്, എല്ലാം ഇതാണ്. അതുകൊണ്ട് ഓയിൽ ബിക്കംസ് സൈൻ ഓഫ് ന്യൂ സ്ട്രെങ്ത്, സ്ട്രെങ്തനിങ് അവർ ഫെയ്ത്ത്, സ്ട്രെങ്തനിങ് അവർ സ്പിരിച്വാലിറ്റി ആൻഡ് അവർ. അപ്പൊ അതുകൊണ്ട് ഒരു സൈനിനെ പറ്റി പറയുമ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ, ഈ കാര്യം നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് സയൻസ് മനസ്സിലാകൂ. അതിൻ്റെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. എ സൈൻ ക്യാൻ ബി എ തിങ് ഓർ എൻ ആക്ഷൻ ഓർ എ പേഴ്സൺ ഓർ എ പ്ലേസ്, ദേവാലയം. ഇനി ഈ അടയാളങ്ങൾ, അല്ലെങ്കിൽ ഈ ആക്ഷനോ, അല്ലെങ്കിൽ ഈ സാധനമോ, ഈ വ്യക്തിയോ, അല്ലെങ്കിൽ ഈ സ്ഥലമോ മേക്സ് ഇറ്റ്സെൽഫ് നോൺ ബൈ മീൻസ് ഓഫ് ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, അത് കാണുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ, അത് കാണുമ്പോൾ അതിൽ തന്നെ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിന് പുറമേ അനദർ മീനിങ്, ബട്ട് ഓൾസോ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് സംതിങ് ടു അവർ മൈൻഡ് ദാറ്റ് എസ്കേപ്സ് അവർ സെൻസറി പെർസെപ്ഷൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ മറ്റൊരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കണം. ഉദാഹരണത്തിന് നമ്മൾ കുർബാനയിൽ ഒത്തിരി അടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു ഉദാഹരണത്തിന് വെസ്റ്റ്മിൻസ് ധരിക്കുന്ന ആള്, ഇപ്പം കാറോയക്കാരൻ എന്ന് പറയുന്ന, കാറോയ പട്ടം സ്വീകരിച്ച ആളാണ് വായനയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡീക്കനാണ് പുതിയ നിയമത്തില് ലേഖനങ്ങൾ വായിക്കുന്നത്. വൈദികനാണ് സുവിശേഷം വായിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ ചില വിശുദ്ധ കുർബാനകളിൽ ചില പ്രത്യേകതകൾ, ഓരോരുത്തരും ഓരോ പ്രത്യേകതകൾ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പൊ ചിലർക്ക് എന്നാ പറയാ, ഇപ്പം ഒന്നാമത്തെ വായന വായിക്കുന്ന ആൾ ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം, ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം. അപ്പം ആ നേരത്ത് ഭയങ്കര ബഹുമാന ആ ആളോട്. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ, സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഇനി നീ ആരാണ്? ആദ്യത്തെ ലേഖനം ഒന്നാമത്തെ വായന വായിക്കുന്നത് പഞ്ചഗ്രന്ഥിയിൽ നിന്ന്. ഈ പഞ്ചഗ്രന്ഥിയിൽ നിന്ന് വായിക്കുന്നയാള് ആരെ ആയിരിക്കണം പ്രതിനിധീകരിക്കുക? അത് മോശസിനെയാണ്. മോശസിന്റെ പേരിലാണല്ലോ പഞ്ചഗ്രന്ഥി അല്ലെങ്കിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ മോശയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മോശ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം പുസ്തകം എഴുതിയിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ പുസ്തകത്തില് 5-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ വായിക്കുന്നെന്ന് ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നു, നേരിട്ടൊന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നയാളും ആദ്യത്തെ വായന നടത്തുന്നയാള് റെപ്രസെന്റ്സ് മോസസ്. അത് നമുക്കത് ഉൾക്കൊള്ളണം. അപ്പൊ മോശമായിട്ട് ആയിരിക്കണം അയാൾ വരേണ്ടത്. ചിലപ്പോൾ വായനിക്കാൻ വരുന്നയാള് ഇപ്പം ചില സഭകളിലൊക്കെ ചിലപ്പോൾ വളരെ ഇതായിട്ട് കാണിക്കും, മിനി സ്കർട്ടൊക്കെ ഇട്ട് മുട്ടിന് മുകളിൽ വരെ ഉടുപ്പിട്ടേച്ച് വായിക്കാൻ വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് ലിറ്റർജിക്കൽ വെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കണം ഈ വായിക്കുന്ന ആൾക്കും.
കാരണം so that we may see in him or in her a person who is not Anthony or Ausep or Mary or Minnie or ബിന്ദു and so on. അവരല്ല വായിക്കുന്നത് അല്ലെങ്കിൽ ആ വായിക്കുന്നയാള് മോശയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ആ മോശയാണ് ഈ വായിക്കുന്നത് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണ രീതി ആയിരിക്കണം അയാൾക്കുണ്ടായിരിക്കേണ്ടത്. ഈ പ്രാവശ്യം ചർച്ച ഉണ്ടായിരുന്നു, TLC-യിലെ ചർച്ചയുണ്ടായിരുന്നു എന്ത് വർഷത്തെ വസ്ത്രത്തെ കുറിച്ച്. ഇതുപോലെ രണ്ടാമത് വായന നടത്തുന്നയാള് പ്രവാചകന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രവചന ഗ്രന്ഥത്തിൽ നിന്നാണ്. അപ്പൊ പ്രവചന ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ പ്രവാചകന്മാരിൽ ആരെങ്കിലുമായിട്ട് നമുക്ക് ആ ആളെ കാണാനായിട്ട് സാധിക്കും. ജർമ്മയുടെ പുസ്തകമാണ് വായിക്കുന്നതെങ്കിൽ ജർമ്മയെ കാണണം, ഐസയെ കാണണം, അല്ലെങ്കിൽ മറ്റ് അവരെയാണ് നമ്മൾ അപ്പോൾ ആ വായിക്കുന്ന ആളിൽ നമ്മൾ കാണേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ പെർസെപ്ഷൻ ശരിയായ രീതിയിലാവുകയുള്ളൂ. അവിടെ വായിക്കുന്ന അന്തോണിയാണ്, അവളാണ് വായിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യാതൊരു സ്പിരിച്വൽ ഡയമെൻഷനും ഇല്ല, അതിനകത്ത് സിംബോളിസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തികൾക്ക് അങ്ങനെയുള്ള അതുപോലെ തന്നെ കർത്താവ് ബലിയർപ്പിക്കുന്നയാള് കർത്താവിന്റെ പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ കർത്താവായിട്ടാണ് അവിടെ ബലിയർപ്പിക്കുന്നത്. കാരണം കർത്താവിനെ നേരിട്ട് വന്നിട്ട് കർത്താവിനെ പറയാനും പ്രവർത്തിക്കാനൊന്നും പറ്റുകയല്ലോ. ഹി നീഡ്സ് സംബഡി, ഹി നീഡ്സ് മനുഷ്യനെ വേണം, അല്ലെങ്കിൽ ഒരു വൈദികനെ വേണം, എങ്കിൽ മാത്രമേ കർത്താവിന് ബലിയർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബലിയർപ്പിക്കുന്ന വൈദികനിൽ അതുപോലെ തന്നെ ലേഖനം വായിക്കുന്ന ഡീക്കനാണ്. ലേഖനം വായിക്കുന്നയാള് യോഹന്നാൻ മാംദാനിയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ മാംദാന എന്ന് പറയുന്നത്? സുവിശേഷത്തിന് മുമ്പ് വന്ന ആളാണ്, അല്ലെങ്കിൽ കർത്താവിന് മുമ്പ് വന്ന ആളാണ് യോഹന്നാൻ മാംദാന. യോഹന്നാൻ മാംദാനയുടെ ലക്ഷ്യം എന്തായിരുന്നു? കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷത്തിന് വഴിയൊരുക്കുകയാണ് യോഹന്നാൻ മാംദാന ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷത്തിന് മുമ്പ് ലേഖനം വായിക്കുമ്പോൾ യോഹന്നാൻ മാംദാനിയാണ് സൂചിപ്പിക്കുക. അപ്പം ഈ കാഴ്ചപ്പാട് ഈ വ്യക്തികള് സുവിശേഷത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ലിറ്റർജിയില് അല്ലെങ്കിൽ കൗദാശിക ജീവിതത്തില് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരെ ഈ ലോകത്തിലെ ആളുകളായിട്ടല്ല, ഈ ലോകത്തിലെ ആളുകളാണ്. അതോടൊപ്പം തന്നെ അതിനപ്പുറത്ത് there is something which escapes our perception. അതാണ്. അപ്പൊ അതിനപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതൊരു യഥാർത്ഥത്തില് ആ പ്രതീകാത്മകതയ്ക്ക് കൂടുതൽ സംതിങ് our mind and escapes our sensory perception because it is hidden and invisible. അത് നമുക്ക് കാണാൻ മേലാത്തതുകൊണ്ട്, അപ്പം കാണാൻ മേലാത്ത കാര്യമാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെ നമുക്ക് കാണേണ്ടത്. അതിനപ്പുറത്ത് ലേഖനം വായിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷം വായിക്കുന്ന അന്തോണിയാണെങ്കിൽ അതിനപ്പുറത്ത് വേറൊരു പേഴ്സൺ ഉണ്ട് എന്ന് നമ്മൾ ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുമ്പോഴാണ് ആ വായനകളൊക്കെ നമുക്ക് ഹൃദ്യമാവുന്നതും മീനിങ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലേഖനം വായിക്കുമ്പോഴും സുവിശേഷം വായിക്കുമ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴൊന്നും ഈ വാക്യങ്ങൾ പറയേണ്ട യാതൊരു കാര്യമില്ല. വാക്യങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വാക്യങ്ങളൊക്കെ പറയാറുണ്ട്. പഠിപ്പിക്കുമ്പോൾ ഇന്ന വാക്യമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് പറയുമ്പോൾ ഇന്ന വാക്യങ്ങൾ പറയാൻ നോട്ട് ചെയ്തെടുക്കാനായിട്ട് ആവശ്യം. പക്ഷെ പള്ളിയിൽ നോട്ട് ചെയ്തെടുക്കാനുള്ള സ്ഥലമല്ല. പള്ളിയിൽ ദ വേർഡ് ഈസ് പ്രൊക്ലെയിംഡ്, വേർഡ് പ്രൊക്ലെയിം ചെയ്യുന്നു. അപ്പൊ പ്രൊക്ലമേഷനെ ലിസൺ ചെയ്യാണ്. ലത്തീൻ സഭയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെന്തക്കോസ്ത സഭയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവര് പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലിറ്ററജിക്കോ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മകൾക്ക് അവർ പോകുമ്പോൾ ബൈബിളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ബൈബിളായിട്ട് പോയി വായിക്കുന്ന സമയത്ത് അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും.
അതൊരു നമ്മുടെ ക്രൈസ്തവ അല്ലെങ്കിൽ ആ കാത്തലിക് രീതിയല്ല അത് വായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കും. പിന്നെ മര്യാദയ്ക്ക് വായിക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം, ശരിയായ രീതിയിൽ വായിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ ബൈബിളൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് എ പ്രൊക്ലമേഷൻ, ഇറ്റ് ഈസ് എ കാറോസൂസ ബൈ മോസസ്, കാറോസൂസ ബൈ പ്രോഫ്, കാറോസൂസ ബൈ the deacon or John the Baptist, carosusa by the priest or Christ, and carosusa then another carosusa നമ്മുടെ carosusa പ്രാർത്ഥനകൾ, that is by deacon. അങ്ങനെ പോവുകയാണ്. അപ്പൊ എല്ലാം പ്രൊക്ലമേഷൻസ് ആണ്. അപ്പൊ പ്രൊക്ലമേഷൻ എന്നുള്ള ആ രീതിയിൽ വേണം നമ്മൾ ഇതെല്ലാം കേൾക്കുകയും അത് നമ്മുടെ മനസ്സിലേക്കും വരുത്തുകയും വരുത്തുകയും നമുക്ക് ഈ അതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടത്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയാറുണ്ട്, വി സീ വൺ തിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ് എൽസ്. ഒരു അടയാളത്തെ കാണുമ്പോൾ ആദ്യം വി സീ സംതിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ് എൽസ്. അപ്പൊ ഇത് ഉദാഹരണത്തിന് ഇപ്പം പല അടയാളങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ആ വ്യക്തികളുടെ കാര്യമാണ്. മറ്റൊന്ന് സാധനങ്ങൾ ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം അതിനകത്ത് വെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്, തിരുവസ്ത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ തിരുവസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകള് അതിനകത്ത് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ കൊത്തീന ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ നവീകൃതമായ പുതിയ മനുഷ്യനെ നിന്നെ ഞാൻ ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെത്രാൻ അത് ധരിപ്പിക്കുന്നത്, കൊത്തീന ധരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൊത്തീന ധരിക്കുന്നയാള് ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ ഊറാറ ധരിക്കുന്നയാള് അത് രണ്ട് രീതിയിൽ, ആദ്യം അങ്ങനെ ഇതുപോലെ രണ്ട് സൈഡും മള്ളിക്ക്, അതാണ് വൈദികൻ ധരിക്കുന്ന രീതി. ചില ഡീക്കൻ ധരിക്കുന്ന രീതി ഇടത്തെ തോളിൽ ഇങ്ങനെ ഇടുകയാണ്, അല്ലെങ്കിൽ സബ് ഡീക്കൻ ആണെങ്കിൽ ഇടത്തെ തോളുകൾ ഇട്ട് ചുറ്റിയിട്ട് അങ്ങനെ ഇടുകയാണ്. അപ്പൊ ഇതെല്ലാം എല്ലാറ്റിനും അർത്ഥമുണ്ട്. ഒന്ന്, ഈ ചുറ്റിയിടുന്നത് ഹീ സെർവ്സ് ദ ഡീക്കൻ ആൻഡ് ഹീസ് ബിലോ ദ ഡീക്കൻ, അല്ലെങ്കിൽ ഹീസ് മിനിസ്ട്രി ഈസ് റെസ്ട്രിക്റ്റഡ് എന്നാണ്. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ചെയ്യപ്പെട്ട ഒരാളുടെ വസ്ത്രമാണ് അത്. അതുപോലെ തന്നെ അത് പട്ടം കൊടുക്കുമ്പോൾ അയാളോട് പറയുന്നത് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇപ്പം ക്രമത്തിനകത്ത് ചന്ദനത്തിരി മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധ സങ്കീർത്തന ഗ്രന്ഥമാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പം എന്തിനാണ് അത് കൊടുക്കുന്നത്? അവന് ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് കൊയറിന്റെ മറ്റൊരു പ്രതീകമാണ്. അതുപോലെ തന്നെ വായനക്കാരന്റെ കാര്യം പറഞ്ഞല്ലോ, കാർവായക്കാരന്റെ കാര്യം. അതുപോലെ തന്നെ ഡീക്കൻ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പ്രതീകമായിട്ട് ഡീക്കനെ അത് ധരിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൈദികന് അഡീഷണൽ ആയിട്ട് പിന്നെ കാപ്പ ധരിക്കുന്ന നീതിയുടെ വസ്ത്രമാണത്. ഇടയന്റെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, എല്ലാ നന്മകളുടെയും എല്ലാ ഗുണങ്ങളുടെയും, അല്ലെങ്കിൽ ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ കാപ്പ ധരിക്കുന്ന വ്യക്തി എല്ലാ ഗുണങ്ങളുടെയും നിറകുടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്കാണ് ഈ അവിടെ നടക്കുന്ന കാര്യങ്ങള് വെറുതെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറയുക. പിന്നെ മറ്റൊരു കൗദാശി ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ കുദാശകളിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് സ്ഥലത്തെ പറ്റി പറയുമ്പം അതിന് പറയുന്ന സേക്രഡ് സ്പേസ്, അതുപോലെ തന്നെ സേക്രഡ് ടൈം. സേക്രഡ് സ്പേസ് എന്ന് പറയുന്നത് പിതാക്കന്മാര് പറയുന്ന ഇതിങ്ങനെയാണ്, ഇറ്റ്സ് ഹെവൻ ഓൺ എർത്ത്, ഇറ്റ്സ് എ ഹെവൻ ഓൺ എർത്ത്, എർത്ത് ഇൻ ഹെവൻ. അപ്പം ഇത് എർത്തും അല്ല, ഈ ഭൂമിയുമല്ല, സ്വർഗവുമല്ല, ഇതിന് രണ്ടേക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എർത്ത് ഈസ് ലിഫ്റ്റഡ് അപ്പ്, ഹെവൻ ഈസ് ബ്രോട്ട് ഡൗൺ. സ്വർഗം കുറച്ച് താഴേക്ക് കൊണ്ടുവരുന്നു, ഈ ലോകം കുറച്ചുകൂടി ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഇറ്റ്സ് എ സ്പേസ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ഇറ്റ് ഈസ് എർത്ത് ഇൻ ഹെവൻ ആൻഡ് ഹെവൻ ഓൺ എർത്ത്. അപ്പം ആ രീതിയിൽ
ആണ് ഈ നമ്മൾ ഈ സേക്രഡ് സ്പേസിനെ നമ്മൾ കാണുന്നത്. പള്ളിയകം കാണുന്നത്. അപ്പൊ പള്ളിയകം എന്ന് പറയുന്നപ്പോൾ ചന്തയല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പം പള്ളിയകം അത് വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നടക്കുമ്പോഴും അവിടെ അവിടെ പെരുമാറുമ്പോഴെല്ലാം ഈ ഒരു ചിന്ത നമുക്കുണ്ടാവും. ദിസ് ഈസ് ഹെവൻ ഓൺ എർത്ത്, എർത്ത് ഇൻ ഹെവൻ. അത് നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഭക്തിയോടും മാന്യമായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ പെരുമാറുകയും. പക്ഷെ അത് നമ്മുടെ അതിനകത്തോട്ട് വരണം. നമ്മുടെ ഈ കോപ്പി അല്ലെങ്കിൽ നമ്മുടെ ഈ തലയിലേക്ക് ഇത് കയറിയാൽ മാത്രമേ അത് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ നടന്നാലും ആചാരം ചെയ്യരുത്. പണ്ട് നല്ലൊരു മാർപ്പാപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അത് മാർപ്പാപ്പ മുകളിൽ എത്തിക്കാൻ ബസിലിക്കയുടെ മുകളിൽ, സെന്റ് പീറ്റേഴ്സിന്റെ മുകളിൽ അപ്പുറത്ത് പുള്ളിയുടെ താമസത്തിന്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പം ബസിലിക്കയിലോട്ട് നോക്കിയപ്പോണ്ട് ഒരാള് ഇങ്ങനെ പള്ളിയകത്തൂടെ ഇങ്ങനെ അങ്ങോട്ടും ഒരു ആചാരം ചെയ്യാതെ ബഹുമാനമില്ലാതെ മാർപ്പാപ്പ പറഞ്ഞു എന്നാ പറയുന്നത്. കഥയായിരിക്കാം. ഐദർ ഹീസ് ക്രിസ്ത്യൻ ഓർ ഹീസ് സൈറ്റൻ. അതിലെ ഒരാളായിരിക്കും. ഒന്നുമല്ല സാത്താനായിരിക്കും അത്, അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ കത്തേരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. നമ്മുടെ ഒരു ദേവാലയത്തിൽ നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യത്തിലുള്ള ദേവാലയത്തിൽ ഡീക്കൻസ് മധുബായിൽ പ്രവേശിക്കാൻ ഡീക്കിന് മാത്രമേ അനുവാദമുള്ളൂ. അവിടെ പൂവ് വയ്ക്കാനും അതുപോലെ പൂവ് വെക്കണമെങ്കിൽ വെക്കാനും തിരികൾ കത്തിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ഒക്കെ തുണി വിരിക്കാനും മറ്റു കാര്യത്തിനൊക്കെ ഡീക്കിന് മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അതും ചില നമ്മുടെ അതിനെ പൗരസ്ത്യ സഭയിൽ തന്നെ അവർ തലേ ദിവസം ഇപ്പം വിവാഹിതരായ ഡീക്കുമാരാണെങ്കിൽ അവര് പരിശുദ്ധമായിട്ട് ഒരുങ്ങിയിട്ട് വേണം ഇങ്ങനെ ഈ ശുശ്രൂഷയ്ക്ക് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദേവാലയത്തെ നമ്മൾ ആ രീതിയിൽ ഇത് ഹെവനാണ്, അല്ലെങ്കിൽ ഹെവൻ ഓൺ എർത്ത് ആണ്, എർത്ത് ഇൻ ഹെവൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ദേവാലയത്തിൽ നമ്മൾ നടക്കുകയും വ്യവഹരിക്കുകയും ചെയ്യുമ്പോൾ അത് ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് അവർ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുകയാണ് നമ്മൾ ഭംഗിയായിട്ട് ദേവാലയത്തിൽ വ്യവഹരിക്കുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ആക്ഷൻസ് ഒത്തിരി ഉണ്ട് നമ്മുടെ കൂദാശകളിൽ. ചില ആക്ഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണെന്നുള്ള ഒന്ന് പോസ്റ്റേഴ്സിനകത്ത് വരുന്നതാണ്. എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നുള്ളതൊക്കെ വരുന്ന പോസ്റ്റേഴ്സിലാണ്. അതുപോലെ തന്നെ നിൽപ്പ്, ഇരിപ്പ്, അതുപോലെ തന്നെ നിൽക്കുക, ഇരിക്കുക, മുട്ടുകുത്തുക, അതുപോലെ തന്നെ കിഴക്കോട് തിരിഞ്ഞു നിൽക്കുക, ഇതെല്ലാം പോസ്റ്റേഴ്സിൽ വരുന്നതാണ്. ദേവാലയത്തിൽ നമ്മൾ എങ്ങനെ വ്യവഹരിക്കണം, എപ്പോഴാണ് ഇരിക്കേണ്ടത്, എപ്പോഴാണ് നിൽക്കേണ്ടത്, എപ്പോഴാണ് മുട്ടുകുത്തേണ്ടത്, എപ്പോഴാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കേണ്ടത് അല്ലെങ്കിൽ മധുബായിലേക്ക് തിരിയേണ്ടത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പൊ അതൊക്കെ അതിനെല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പോൾ നിൽക്കുന്നത് എപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ അടയാളം. നിൽക്കുന്നത് നോർമലി നമ്മുടെ ലിറ്ററേച്ചർ സെലിബ്രേഷൻ എപ്പോഴും നമ്മൾ നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ ഇരിക്കുന്നത്, ഇപ്പം നിൽക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിന്റെ അടയാളം, കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ മക്കളായ വിശ്വാസികളുടെ ഒരടയാളം. അതൊക്കെയാണ് ഉത്ഥാനത്തിന്റെ മക്കള്, ദൈവത്തിന്റെ മക്കള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ നിൽക്കുന്നത്. ഇരിക്കുന്നത് ടു ലിസൺ ടു, കേൾക്കാൻ, കേൾവിക്ക് വേണ്ടിയാണ്, കേൾവിയുടെ സമയത്താണ് റിക്കളക്റ്റീവ് ലിസണിങ്. ശ്രദ്ധയോടുകൂടി ഇരുന്ന് ശ്രവിക്കേണ്ട അവസരങ്ങളിലാണ് ഇവിടെ ഇരിക്കാറുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഇരിക്കുന്ന തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ഇരിക്കുന്നത് ഒന്ന് പ്രസംഗത്തിന്റെ സമയം, വിശേഷ വ്യാഖ്യാനത്തിന്റെ സമയത്താണ് ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ ഓനീസാകളുടെ സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഓനീസ എന്ന് പറയുന്നത് രണ്ട് ഗണമായി പാടുന്ന
രണ്ട് ഗണം എന്ന് പറഞ്ഞാൽ പല രീതിയിലാകാം. വൈദികനും സമൂഹവുമായിട്ടാകാം, വൈദികനും ഗായക സംഘവുമായിട്ടാകാം, ഗായക സംഘവും ജനങ്ങളുമായിട്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള ങ്ങളുണ്ട് ഈ ആരാധനക്രമത്തിൽ. അപ്പം ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ട് പാട്ടുകൾ പാടുന്ന പാട്ടുകളെയാണ് ഓനീസ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതെല്ലാം റിഫ്ലക്റ്റീവ് ഹിംസ് ആണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഓനീസ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി ഓനീസകൾ നമ്മുടെ യാമ പ്രാർത്ഥനകളുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വളരെ ഇറ്റ് ഈസ് റിച്ച് ഇൻ ബിബ്ലിക്കൽ റെഫറൻസസ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള സംഭവങ്ങളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു നർസാരി ആയിരിക്കാം, അല്ലെങ്കിൽ അഫ്രയം ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഗീതങ്ങൾ എഴുതിയിട്ടുള്ള സഭാപിതാക്കന്മാരൊക്കെ അവര് വളരെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഗീതങ്ങളാണ് ഈ പാട്ടുകൾ. അതുകൊണ്ടാണല്ലോ അഫ്രൈമിനെ പറ്റി പിന്നീട് ഒക്കെ റെഫറൻസ് വരുമ്പോൾ ആദ്യകാലങ്ങളിൽ അഫ്രൈമിനെയൊന്നും ഒരു തിയോളജിയനായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല. പിന്നീട് പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ക്രിസ്റ്റഫറും ഒക്കെ അല്ലെ ക്രിസോസ്റ്റമും ഒക്കെ പുള്ളിയെ പറ്റി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. ഇവര് ഏറ്റവും വലിയ ദൈവത്തിനോട് പരിശുദ്ധാത്മാവിന്റെ വീണയാണ് രീതിയിൽ അഫ്രൈമിനെയൊക്കെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗീതങ്ങളുടെ സമയത്ത് നമ്മൾ ഇരിക്കാറുണ്ട് റിഫ്ലക്റ്റീവായിട്ട്. പക്ഷെ ടു റിഫ്ലക്റ്റ് ഓൺ ദ മിസ്റ്ററീസ്, അതിനകത്ത് പാട്ടിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇരിക്കാനുള്ളത്. പിന്നെ നിൽക്കുന്ന കാര്യം പറഞ്ഞു, മുട്ടുകുത്തുന്നത് പാപം അവനെ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞാൽ പാപചിന്ത ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മുട്ടുകുത്തുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രഡീഷൻ, ഇപ്പോഴത്തെ ഒരു പുതുതായിട്ട് വന്ന ഒരു ഇതാണ് നമ്മൾ ആരാധനയ്ക്ക് നമ്മൾ മുട്ടുകുത്തുന്നു, വിശുദ്ധ കുർബാനയുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി മുട്ടുകുത്തുന്നു. അത് വേറൊരു നോൺ ലിറ്റർജിക്കൽ പോസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റർ അല്ല അത്. അതുകൊണ്ട് മുട്ടുകുത്തുന്നത് ഈ പാപത്തെ പറ്റിയുള്ള ചിന്ത വരുമ്പോഴാണ്. അപ്പൊ അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് നമുക്കറിയാം, ദൈവമേ കനിയണമേ എന്ന് പറയുന്ന ഭാഗം മുതൽ ആ സമയത്താണ് നമ്മൾ മുട്ടുകുത്തുന്നത്. അപ്പം അതുപോലെ തന്നെ പോസ്റ്റർ, കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ സാങ്കത്യം, അത് നമുക്കറിയാം റോമിൽ നിന്നുള്ള നിർദ്ദേശത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 85 ഒരു ഡോക്യുമെന്റ് റോമിൽ നിന്ന് വന്നിരുന്നു, ദ ഫൈനൽ ജഡ്ജ്മെന്റ്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അതിനകത്ത് നിർദ്ദേശങ്ങൾ തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഫൈനൽ ജഡ്ജ്മെന്റ്. 85 ഇറങ്ങിയതാണ്. അതിനുശേഷമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അവസാനത്തെ ഫൈനൽ ടെക്സ്റ്റ് 85 കുർബാന നിലവിൽ വന്നത്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്ന രീതിയാണ് എല്ലാ സഭകളിലും. ഒരു സഭയിലും ജനങ്ങളെ ഫേസ് ചെയ്ത് ചെല്ലുന്ന രീതി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഡ്യൂറിങ് ദ ഫസ്റ്റ് മില്ലേനിയം nobody turned to the people. നമ്മൾ പറയാറുണ്ട് അവസാനത്തെ അത്താഴം. അത് ബെനഡിക്റ്റ് മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. ഇത് സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ദ ലാസ്റ്റ് സപ്പർ ഈസ് നോട്ട് കുർബാന, ദറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദ കുർബാന, ബട്ട് ദാറ്റ് ഈസ് നോട്ട് കുർബാന. എപ്പോഴാണ് വരുന്നത്? കുർബാന വരുന്നത് സഭ നിലവിൽ വന്നതിന് ശേഷമാണ് കുർബാനയുള്ളൂ. അപ്പം അതുകൊണ്ട് കുർബാനയുടെ മെയിൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങളെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. ദൈവിക രഹസ്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ദൈവം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ കുർബാനയിൽ അത് കാണുക. ഒന്ന് ലിറ്റർജി ഓൺ ദ ബേമ, അല്ലെങ്കിൽ ബേമയിൽ അർപ്പിക്കപ്പെടുന്ന ആരാധനക്രമം. ആ ആരാധനക്രമത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രാർത്ഥനകളും ആക്ഷൻസും ഒക്കെ സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ ഈ ലോകത്തിലെ രക്ഷാകര പദ്ധതി. കർത്താവിന്റെ ഈ ലോകത്തിലെ രക്ഷാകര പദ്ധതി എന്ന് പറയുമ്പോൾ എപ്പം മുതൽ എപ്പം വരെയാണ്? ഇൻകാർണേഷൻ അല്ലെങ്കിൽ മനുഷ്യാവതാരം മുതൽ ബെറിയൽ വരെ, കർത്താവിനെ അടക്കുന്ന ഇതുവരെയുള്ള അതുവരെയുള്ള രഹസ്യങ്ങളാണ്
ഈ ലിറ്ററജി ഓൺ ദ ബേമയിൽ നമ്മൾ അനുസ്മരിക്കുക. രണ്ടാമത്തെ ഭാഗം അനാഫറയാണ്. അനാഫറയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് ദി എക്കോണമി ഓഫ് ദ റിസൺ ലോഡ്. എക്കോണമി ഓഫ് ദ റിസൺ ലോഡ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്, ഫ്രം ക്രിയേഷൻ ടു കൺസ്യൂമേഷൻ, കഴിഞ്ഞു പോയതും വരാതിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ സേക്രഡ് സ്പേസിനെ പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം പോകുന്നതാണ് സേക്രഡ് ടൈം അല്ലെങ്കിൽ ലിറ്റർജിക്കൽ ടൈം. ലിറ്റർജിക്കൽ ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതിനെയും വരാനിരിക്കുന്നതിനെയും ഇന്നിലേക്ക് കൊണ്ടുവരുന്ന, വാട്ട് ഈസ് പാസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഫ്യൂച്ചർ ഈസ് ബ്രോട്ട് ടു ദ പ്രസന്റ്, ഇന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഈ റിച്വൽസ് ഒക്കെ ചെയ്യുന്നതാണ്. ഒരു അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇന്നിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രക്രിയയാണ് ഒരു അനുഷ്ഠാനം. അതിനകത്ത് ദൈവം പണ്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നു. പ്രത്യേകിച്ച് ക്രിയേഷൻ, നമ്മുടെ ഇത് വിശ്വാസ പ്രമാണം തന്നെ എടുത്താൽ മതി. അതിനകത്ത് ആദ്യ സൃഷ്ടി മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, അതിനുശേഷം ആദ്യത്തെ 11 അധ്യായങ്ങളിലുള്ള പ്രീ ഹിസ്റ്ററി, അബ്രാഹത്തെ വിളിക്കുന്നത്, അത് കഴിഞ്ഞ് അവരുടെ മക്കള്, പിന്നെ അവരുടെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്, അവിടുന്ന് ദൈവം അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്, ഇതൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും അവരെ മറ്റുള്ളവരുടെ ഇതിലേക്ക് പോകുന്നത്, എക്സൈലിൽ പോകുന്നത്, അവിടുന്ന് വീണ്ടും തിരിച്ചു വരുന്നത്, അത് കഴിഞ്ഞിട്ട് പുതിയ ഒരു ചെറിയ ന്യൂക്ലിയസ് അവരെ കർത്താവ് ഫോം ചെയ്ത് പതുക്കെ അതിനകത്ത് മറിയൊക്കെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന്, ദൈവത്തിന്റെ പ്രത്യേക ഒരു ചെറിയ ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അതിൽ നിന്ന് കർത്താവ് വരുന്നതുമായിട്ടുള്ള കാര്യം ഇതെല്ലാം നമ്മൾ അനുസ്മരിച്ച്, അതുപോലെ തന്നെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ, ജനനം, പിന്നെ മാമോദീസ, പരസ്യ ജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, പെന്തക്കോസ്ത്, സഭയുടെ സ്ഥാപനം, സ്ലീഹന്മാരെ അയക്കുന്നത്, സ്ലീഹന്മാരുടെ പ്രവർത്തനം വഴി സഭ വളരുന്നത്, അതിൻ്റെ സഭ വളർന്നു കഴിഞ്ഞാൽ സഭ പിന്നീട് അതിൻ്റെ പൂർണ്ണമായിട്ട് സഭ വളർന്നു കഴിയുമ്പോൾ അത് പൂർണ്ണമായി ഒരുക്കി അതിനെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നത്, ഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ ആഗമനം വഴി കർത്താവ് ഈ സഭയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സൃഷ്ടി മുതൽ കൺസ്യൂമേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഇന്നിലേക്ക് കൊണ്ടുവരിക, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ലിറ്റർജിക്കൽ ടൈം എന്ന് പറയുന്നതും. അതുപോലെ തന്നെ അത് നടക്കുന്നത് ഈ അനുഷ്ഠാനങ്ങളിലൂടെയാണ്. അപ്പൊ ഈ അനുഷ്ഠാനം സാധാരണഗതിയിൽ നമ്മൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് പുച്ഛമാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ചെയ്താൽ തന്നെ കുഴപ്പം, അങ്ങനെ ചെയ്താൽ തന്നെ കുഴപ്പം, ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ സാധാരണ പല അച്ഛന്മാരൊക്കെ പല ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒന്നും വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാർപ്പാപ്പയുടെ അടുത്ത കാലത്ത്, മാർപ്പാപ്പയുടെ അല്ല, ഈ കോൺഗ്രിഗേഷൻ ഫോർ ദ അടുത്ത കാലത്ത് കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി ഇറക്കിയ ജസ്റ്റിസ് വെർബിസ്ക്വെ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കും അത് ചെറിയൊരു കാര്യമല്ലേ, അതിപ്പോ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ആ ഡോക്യുമെന്റിൽ പറയുകയാണ്. അത് കാരണം വിശ്വാസത്തിൽ സാധാരണഗതിയിൽ നമുക്കറിയാം, സാധാരണ ലിറ്റർജിക്കൽ ഡോക്യുമെന്റ് ഒക്കെ ഇറക്കുന്നത് ഡിവൈൻ വർഷിപ്പിനുള്ള കോൺഗ്രിഗേഷനാണ്. പക്ഷെ ഇത് ഫെയ്ത്ത് ആൻഡ് മോറൽസിന്റെ കോൺഗ്രിഗേഷനാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ വിശ്വാസ സംബന്ധമായിട്ട് വിശ്വാസപരമായിട്ടുള്ള ചില ന്യൂനതകള് നമ്മുടെ ആരാധനക്രമത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ കോൺഗ്രിഗേഷൻ ഇത് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അതിന് വാലിഡിറ്റിയെയും അതിന്റെ ലോഫുൾനെസ്സിനെയും എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ലിറ്റർജിക്കലായിട്ടുള്ള കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ, ചെറുതാണെങ്കിൽ പോലും ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് അതിന്റെ അന്തസത്തയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർപ്പാപ്പ പറയുന്നതാണ് അതിനകത്ത് വാക്കുകള്, പ്രവർത്തികള്, മ്യൂസിക്, ഇതെല്ലാം
വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ പോയി പാട്ട് പാടുമ്പോൾ നമ്മൾ മാറ്റം വരുത്താറുണ്ട്. ചിലപ്പോൾ പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് ഒന്നും കാഴ്ചവെപ്പിന്റെ സമയത്ത് കാഴ്ച എന്ന് പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ അത് കാഴ്ചവെപ്പിന്റെ പാട്ടായി. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനൊപ്പമാകും, ആ പാട്ടിന് വളരെ കൃത്യമായിട്ടുള്ള പർപ്പസ് ഉണ്ട്. സ്വർഗത്തിൽ നിറങ്ങി ആ നേരത്ത് നമ്മുടെ ദൈവം ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞ പാട്ട് അവിടെ ഒന്നും ചേരുമൊന്നും. ഇത് നമ്മുടെ പലയിടത്തും നമ്മൾ കേട്ടിരിക്കുന്നതാണ് നമ്മുടെ ദൈവം. വേറെ ചിലര് ഈ അനാഫ്രയുടെ സമയത്ത് സ്വർഗ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ആരൊക്കെയോ ഇത് തുടങ്ങി വെച്ചു. അതിപ്പോഴും കുറെ പേര് ആ സമയത്ത് അച്ഛന്മാര് എന്നാ ചെയ്യുന്നത്, പറഞ്ഞിട്ട് ചൊല്ലി അങ്ങ് തീർക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ ഡോക്യുമെന്റിൽ പറയുന്ന ഇതെല്ലാം തെറ്റായ രീതികളാണെന്നാണ് കോൺഗ്രിഗേഷൻ പറയുന്നത്. അതുപോലെ മാർപ്പാപ്പയോട് ദെസിദരാവി എന്ന് പറയുന്ന ഒരു 22 ഇറക്കിയിരിക്കുന്ന വേറൊരു ഡോക്യുമെന്റ് ഉണ്ട്. അത് മാർപ്പാപ്പ നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന 6 മോഡൽസ് ഓഫ് പ്രിസൈഡിങ്. 6 മോഡൽസ് എന്ന് പറഞ്ഞാല് മാർപ്പാപ്പ തന്നെ നേരിട്ട് കണ്ടിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. മാർപ്പാപ്പ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ലല്ലോ. ഇന്ത്യക്ക് പുറത്ത് തന്നെ ലത്തീൻ സഭയിൽ തന്നെ നടക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് 6 തരത്തിലുള്ള വൈകൃതങ്ങളായിട്ടുള്ള പ്രിസൈഡിങ് രീതികളെ പറ്റി പറയുന്നത്. 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ടൂ സ്ലോ. എന്താണ് ടൂ സ്ലോ? കർത്താവായ ദൈവമേ, അതൊരു തരം ടൂ സ്ലോ. വേറെ ഒന്ന് ടൂ ഫാസ്റ്റ്. വേറൊരു ഇത് ഇസ് അൺഅക്സെപ്റ്റബിൾ വേ ഓഫ് പ്രിസൈഡിങ് അറ്റ് ദ ലിറ്റർജിയാണ്. പിന്നെ ഇതുപോലെ കുറെ ഉണ്ട് കേട്ടോ. ഞാൻ അത് തന്നെ ഒരു വിഷയമാണ് പറയാനായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വാക്കുകള്, പാട്ടുകള്, പ്രാർത്ഥനകള്, ഇതൊക്കെയാണ് വാക്കുകൾ. പ്രയേഴ്സ്, ആ പ്രയേഴ്സിന്റെ നുവാൻസസ് ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് തന്നെ നീ ആൻഡ് അങ്ങ്. കർത്താവിനെ പറ്റി നമ്മുടെ പൊതുവെ സഭ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നീ എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിനെയും അങ്ങ് എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തെയും പിതാവായ ദൈവത്തെയും എന്നൊക്കെ സൂചിപ്പിക്കാണ്. പക്ഷെ ചിലർക്ക് ഭക്തി ഒന്ന് മൂത്തിട്ട് കർത്താവിനെ ഇങ്ങനെയാണ് നീ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് അങ്ങ് എന്ന് പറഞ്ഞിട്ട് ചിലർ ഉപയോഗിക്കാറുണ്ട്. അങ്ങ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ നന്മ നിറഞ്ഞു പറയുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നന്മ നിറഞ്ഞ അമ്മയെ നിനക്ക് സ്തുതി, കർത്താവ് അമ്മയോടുകൂടെ അമ്മയുടെ തരത്തിൽ അമ്മയുടെ എന്ന് പറഞ്ഞിട്ട് ഈ സർവീസനായ ചെല്ലുന്ന ചില രീതികൾ നടന്നു. ഇതൊക്കെ ഈ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെല്ലുകയാണ്. അതിന് എന്ത് അർത്ഥം എന്നുണ്ട്? ഇത് നന്മ നിറഞ്ഞു പറയുന്ന എന്നുള്ള പ്രാർത്ഥന ഇറ്റ്സ് എ ബിബ്ലിക്കൽ പ്രയർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഉള്ള കാര്യമാണ്. പറയുന്നേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശ്വരഗിരി എന്ന് പറയുന്നത് ബിബ്ലിക്കലാണ്. അത് നമ്മൾ മാറ്റിമറിച്ച് നമ്മുടേതായ രീതിയിലാക്കി കഴിഞ്ഞാൽ അത് ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഇഫക്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനാ രൂപങ്ങളിലൊക്കെ നമ്മൾ പുസ്തകത്തിനകത്ത് ഉള്ളതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ അത് ഫലദായകമാണ്, ഇഫക്റ്റീവായിട്ട് മാറുകയാണ്. അല്ലാതെ വരുമ്പോൾ ദർ ഈസ് നോ ഗ്യാരണ്ടി. നമ്മൾ സഭ പറയുന്ന പോലെ അല്ല ചെയ്യുന്നതെങ്കിൽ ദർ ഈസ് നോ ഗ്യാരണ്ടി ദാറ്റ് യുവർ പ്രയർ ഈസ് അക്സെപ്റ്റഡ്. സഭ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യുവർ പ്രേയേഴ്സ് വിൽ ബി അക്സെപ്റ്റഡ് ഈവൺ ഇഫ് ഐ ആം, ഞാൻ ബലഹീനനോ അല്ലെങ്കിൽ പാപിയോ ആണെങ്കിൽ പോലും ഞാൻ സഭ പറയുന്നത് പോലെ ചെയ്യിൽ അത് ഇഫക്റ്റീവാണ്. ദൈവജനത്തിന് അത് ഫലദായകമായിട്ട് അതിന്റെ ഫലം ലഭിക്കും. അല്ലെങ്കിൽ വരുമ്പോൾ ആളുകൾക്കും കൺഫ്യൂഷൻ, ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അടയാളങ്ങളുടെ പ്രത്യേകതയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള അടയാളങ്ങൾ. ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ തോന്നുന്നു അല്ലേ?
ഇനി നമ്മുടെ കൂദാശ ക്രമത്തിലേക്ക് കൂദാശയിൽ കിടക്കുമ്പോൾ നമ്മുടെ 2 തരത്തിലുള്ള കൂദാശകളാണ് നമുക്കുള്ളത്. നമുക്ക് സാധാരണ പോലെ ഈ സെൻട്രോസ് കൗൺസിൽ ഓഫ് ട്രെൻഡ് ആണ് ഈ കൂദാശകൾ ലത്തീൻ സഭയിൽ നമുക്കറിയാം 1054 പൂർണ്ണമായും പൗരസ്ത്യ സഭകൾ പാശ്ചാത്യ സഭയുമായി വിച്ഛേദിക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം വന്ന സൂനദോസുകൾ മുഴുവൻ ലത്തീൻ സഭയുടെ സൂനദോസുകളാണ്. ഈ സൂനദോസ് എടുത്ത തീരുമാനങ്ങൾ ബേസിക്കായിട്ട് ലത്തീൻ സഭയ്ക്കാണ് അത് ബാധകമാകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കത്തോലിക്കരായി കത്തോലിക്ക മാർപ്പാപ്പയുടെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം അന്നെടുത്ത ട്രെൻഡ് സൂനദോസ് എടുത്ത തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓരോ സഭയ്ക്കും ആ സഭയുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട് ഒരു കൂദാശയിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് യുണൈറ്റിംഗ് ഓൾ ദ ചർച്ചസ്? ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്. എന്താണ് നമ്മെ വ്യതിരിക്തരാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത്? നമ്മൾ ഒരു സഭയെ മറ്റൊരു സഭയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ്? സ്വന്തമായ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുന്നത്, വചനം വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലുള്ള പ്രത്യേകത. സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത. ലിറ്റർജി, ആരാധനക്രമം. അതായത് faith and sacraments are the same. But the faith explained different. Faith celebrated liturgy, it's different. Faith lived spirituality, different. Faith disciplined canon law, different. അതുകൊണ്ടാണ് നമുക്ക് പൗരസ്ത്യ കാനൻ നിയമവും പാശ്ചാത്യ കാനൻ നിയമം ഉണ്ടല്ലോ. അപ്പം faith is same, sacraments are the same, but the way the sacraments are celebrated, the way liturgy is celebrated is different. The way the word of God is explained, theology is different. The way it is lived, spirituality is different. അപ്പൊ അതുകൊണ്ട് ഈ സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. എങ്ങനെയാണ് നമ്മൾ വിശ്വാസം ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നത്, എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം വിശ്വാസ സത്യങ്ങളുമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്ത് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിശ്വാസം എങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ സഭാ ജീവിതം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നോയമ്പിന്റെ കാര്യം, ഉപവാസത്തിന്റെ കാര്യം, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് സഭയില്. അല്ലെങ്കിൽ വിവാഹത്തെ കുറിച്ചുള്ള നിയമങ്ങൾ, മറ്റു കൂദാശകളെ കുറിച്ചുള്ള നിയമങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. അത് പൊതുവായിട്ട് ചില മാനങ്ങളുണ്ട്. എല്ലാം രണ്ട് കാനൻ വഹിക്കും. പക്ഷെ പൗരസ്ത്യ കാനൻ നിയമത്തിൽ ചില പ്രത്യേകതകളുണ്ട് ഓരോ കാര്യത്തെ പറ്റി പ്രത്യേകമായിട്ട് എടുത്ത് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധിക്കാന്നുള്ളതാണ് നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ. ഈ വിശ്വാസ ജീവിതം അപ്പൊ അതുകൊണ്ട് നമ്മൾ കുദാശകളെ കാണുന്നത് 7 കുദാശകളുണ്ട് എന്ന് പറഞ്ഞാലും ആ കുദാശകൾ വ്യത്യസ്തമായിട്ട് കുറേ കുദാശകളായിട്ട് പൗരസ്ത്യ സുറിയാനി സഭയിൽ കരുതപ്പെട്ടിരിക്കുന്ന കുറേ കുദാശകളുണ്ട്. അപ്പൊ അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുദാശകളെ നമ്മൾ കാണുന്നത് ഒന്ന് ഫൗണ്ടേഷണൽ സാക്രമെന്റ്സ്, അടിസ്ഥാന കുദാശകൾ. മറ്റൊന്ന് പ്രൈമറി സാക്രമെന്റ്സ്. അപ്പം അടിസ്ഥാനമായ കുദാശകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന കുദാശകൾ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷണൽ സാക്രമെന്റ്സ് പറഞ്ഞാൽ വിത്തൗട്ട് വിച്ച് നോ ക്യാൻ ബി സെലിബ്രേറ്റ്. അതില്ലാതെ മറ്റു കുദാശകൾ പരികർമ്മം ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് പൗരോഹിത്യമില്ലാതെ മറ്റു കുദാശകൾ പരികർമ്മം ചെയ്യാൻ പറ്റില്ല. സഭാപിതാക്കന്മാർ പറയുന്നതാണ്, നോ മിസ്റ്ററീസ് ആർ സെലിബ്രേറ്റഡ് വിത്തൗട്ട് പ്രീസ്റ്റ്ഹുഡ്.
പ്രീസ്റ്റ് ഇല്ലാതെ ഒരു തിരുക്രമങ്ങളും അനുഷ്ഠിക്കാൻ പാടില്ല. അപ്പം അത് ഒരു അടിസ്ഥാനപരമായ കുദാശയാണ് പൗരോഹിത്യം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഇല്ലാതെ കുദാശ പരിഗമനം ചെയ്യാൻ ഉദാഹരണത്തിന് വെള്ളമില്ലാതെ മാമോദിസ കൊടുക്കാൻ പറ്റുകയില്ല, തൈലമില്ലാതെ മാമോദിസ കൊടുക്കാൻ പറ്റുകയില്ല, അപ്പം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹോസ്റ്റ് അല്ലെങ്കിൽ പടത്തങ്ങ അല്ലെങ്കിൽ തിരുവോസ്തി അതില്ലാതെ കുർബാന അർപ്പിക്കാൻ പറ്റില്ല, വീഞ്ഞില്ലാതെ കുർബാന അർപ്പിക്കും. അപ്പൊ ഇതെല്ലാം ഫൗണ്ടേഷണൽ സാക്രമെന്റ്സിന്റെ കുറച്ചും കൂടി വലിയതല്ലെങ്കിലും അത് അല്പം ഇത് കുറഞ്ഞതാണേലും അതില്ലാതെ കാരണം എല്ലാ കുദാശകൾക്കും എല്ലാം ആവശ്യമില്ലല്ലോ. ഇപ്പൊ വെള്ളം എല്ലാ കുദാശകൾക്കും ആവശ്യമില്ല, അപ്പം എല്ലാ കുദാശകൾക്കും ആവശ്യമില്ല, തൈലം എല്ലാ കുദാശകൾക്കും ആവശ്യമില്ല. പക്ഷെ എന്നാലും ചില കുദാശകൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് അതില്ലാതെ നമുക്ക് ആ കുദാശ പരികർമ്മം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുദാശകളെയാണ് ഫൗണ്ടേഷണൽ സാക്രമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രൈമറി സാക്രമെന്റ്സ്. ഈ പ്രൈമറി സാക്രമെന്റ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധമുള്ള കുദാശകളെയാണ് ഈ പ്രൈമറി സാക്രമെന്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കുദാശകളാണ് മാമോദീസ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് തന്നെ പ്രിൻസിപ്പൽ സാക്രമെന്റ്സും ഉണ്ട്, സബ്സിഡിയറി സാക്രമെന്റ്സും. അതായത് അല്പം ഇത് കുറഞ്ഞത് അല്ലെങ്കിൽ ലെസർ ഇമ്പോർട്ടൻസ് ഉള്ള കുദാശകൾ. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാമോദീസയും വിശുദ്ധ കുർബാനയും. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് പിന്നീട് അത് ഏറ്റവും അടിസ്ഥാനം. നമുക്കിപ്പം ക്രൈസ്തവ ജീവിതത്തിൽ മര്യാദയ്ക്കാണെങ്കിൽ മാമോദീസ സ്വീകരിച്ചു, അത് ക്രിസ്ത്യാനിയായി, ദൈവമക്കളായി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശുദ്ധ കുർബാന മതി, ഭക്ഷണം, ആത്മീയമായ ഭക്ഷണം, അത് മതി. പിന്നെ മാമോദീസ സ്വീകരിച്ചാൽ പിന്നെ പാപം ചെയ്യുമ്പോഴാണ് ഒരു കുമ്പസാരിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു കുദാശകളൊക്കെ അങ്ങനെയാണ്. അത് സബ്സിഡിയറി അറിയാം, അടിസ്ഥാന കുദാശകളല്ല. അവ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് സാക്രമെന്റ്സ് അല്ല, പ്രൈമറി സാക്രമെന്റ്സ് അല്ല. അപ്പം മറ്റു കുദാശകൾ അതിൽ വലിയ ഇപ്പം രോഗിയില അസുഖമാകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയ അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ രോഗിലേപനം തേടുന്നു. അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കുദാശകൾ രണ്ട് കുദാശകളുണ്ട്. ഒന്ന് വിവാഹമുണ്ട്, അപ്പുറത്ത് സന്യാസ ജീവിതം. അത് രണ്ടും സ്റ്റേറ്റ് ഓഫ് ലൈഫാണ്, ഒരു ജീവിത അവസ്ഥ തിരഞ്ഞെടുക്കുകയാണ്. ഒന്ന് കുടുംബജീവിതം, ഒക്കെ ആ രീതിയിൽ ആ കുദാശ നമ്മൾ കാണുന്നു. മറ്റൊന്ന് കുടുംബജീവിതമില്ലാതെ കർത്താവിന് വേണ്ടി ബ്രഹ്മചര്യവും അനുസരണവും അതുപോലെ തന്നെ ദാരിദ്ര്യവും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചോളാം. എല്ലാവർക്കും അത് ആവശ്യമുള്ളതാണ്. പക്ഷെ പൂർണ്ണമായ ഹൃദയത്തോടെ അത് പാലിച്ചുകൊണ്ട് ജീവിച്ചോളാമെന്ന് ഇവർ പറയുന്നു. അനദർ വേ ഓഫ് ലൈഫ്. പൗരോഹിത്യം എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ് അല്ല, ഇറ്റ്സ് എ മിനിസ്ട്രി ഫോർ വിച്ച് എ പേഴ്സൺ ഈസ് ഓർഡൈൻഡ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയട്ടെ. അതുപോലെ തന്നെ പള്ളി കൂദാശ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൈലം കൂദാശ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം തയ്യാറാക്കുന്നു, മൽക്ക, നമ്മുടെ സഭയിലുള്ള ഒരു മറ്റൊരു പ്രത്യേകതയാണ് മൽക്ക, അല്ലെങ്കിൽ പുളിപ്പ് എന്ന് പറയും, അത് തയ്യാറാക്കുന്നത്. പിന്നെ ദ ക്രോസ് ഈസ് എ സാക്രമെന്റ്, വിശുദ്ധ കുരിശ് അല്ലെങ്കിൽ വിശുദ്ധ സ്ലീവ, അതൊരു കുദാശയായിട്ടാണ് പൗരസ്ത്യ സഭയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ കുരിശ് പോലെ തന്നെ ദി ഓയിൽ, സേക്രഡ് ഓയിൽ, കൺസിഡേർഡ് സാക്രമെന്റ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ എണ്ണത്തിലില്ലാത്തതാണ് പ്രൊഫഷൻ. അപ്പൊ നമുക്കറിയാം സിസ്റ്റേഴ്സിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കൂദാശയാണ്. കാൾറാണ്ട് വലിയ തിയോളജിയനാണ്, അദ്ദേഹമൊക്കെ പറയുന്നത് സിലബസ് കാൾറാണ്ട് എന്ന് പറഞ്ഞ വലിയ തിയോളജിയന്മാരെല്ലാം ഇതൊരു കൂദാശയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പരസ്യമായിട്ട് ഇല്ലെങ്കിലും ഇറ്റ് ഈസ് എ സാക്രമെന്റ്. കാരണം വിവാഹ ജീവിതം ഒരു കൂദാശയാകാമെങ്കിൽ സന്യാസ ജീവിതം ഒരു കൂദാശയാക്കാം. അങ്ങനെ ആയിരുന്നു സഭയിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറെ കുദാശകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പൊതുവായിട്ട് ഇപ്പൊ കുദാശകളെ പറ്റി പറയുമ്പോൾ പറയാനുള്ള കാര്യം. മറ്റൊരു കാര്യം പറയാനുള്ളത് റിച്വലാണ്, അനുഷ്ഠാനം. ഈ അനുഷ്ഠാനം നേരത്തെ ഞാൻ പറഞ്ഞു, എന്നിരുന്നാലും ഒരു റിച്വൽ എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയുന്നത്. അതിന്റെ പർപ്പസ് എന്താണ്? ഇപ്പം നമ്മൾ ഒരു അനുഷ്ഠാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരി അനുഷ്ഠാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ബർത്ത്ഡേ. ആഘോഷിക്കുമ്പോൾ സാധാരണ എന്താ ചെയ്യാണ്? ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചു, ഒരു കത്തി വാങ്ങിച്ചു, അതിൻ്റെ കൂടെ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ കത്തി കിട്ടുമല്ലോ, അത് മുറിക്കാൻ പറ്റിയല്ല, എന്നാലും ആ കത്തി നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കും. കത്തിയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനത് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ സമയത്ത് മുറിയിലോട്ട് കൊണ്ടുപോയി ഒരു കേക്ക് വാങ്ങിച്ച് മുറിയിലോട്ട് കൊണ്ടുപോയി, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ ഡിയർ ലോനപ്പൻ, ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ബർത്ത്ഡേ ആഘോഷിക്കുക നമ്മൾ ചെയ്യുന്നത് മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ മാതാപിതാക്കന്മാർ മുൻകൈയെടുത്ത് ആ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കേക്ക് വാങ്ങിക്കുന്നു, അവരെ പള്ളിയിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു പിന്നെ കേക്ക് മുറിക്കുന്നൊപ്പം പാട്ട് പാടുന്നു, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് പാട്ട്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ എന്താ അർത്ഥമാണ്? അത് എന്താണ് അതിനകത്ത് കണ്ടന്റ്? കണ്ടന്റ് എന്ന് പറയുന്നത് ജീവൻ, ഒരു കുട്ടിയുടെ ജീവൻ, ദൈവം തന്ന ആ ജീവനെ പ്രതി എല്ലാവരുടെയും മുമ്പിൽ കുട്ടിയോടൊപ്പം ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഒരു ക്രൈസ്തവനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവിടെ ആരൊക്കെയാണുള്ളത്? അവിടെയുള്ളത് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പിന്നെ ഈ കുട്ടിയുണ്ട്. അപ്പൊ ഇത് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്, അടിസ്ഥാന ഗ്രൂപ്പ്. പിന്നെ അവർ വിളിക്കപ്പെട്ട കുറെ അതിഥികളുണ്ട്. അവര് ദേ ആർ ന്യൂ ടു ദിസ് കമ്മ്യൂണിറ്റി. അപ്പം ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആള് അല്ലെങ്കിൽ ആ സമൂഹം എന്താണ് പറയുന്നത്? ഈ ജീവനെ പ്രതി ഇത്രയും നാള് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ ഈ സഹോദരൻ ഈ സഹോദരി ദൈവകൃപയാല് ഇത്ര 10 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് 30 വയസ്സ് ജീവിച്ചു, ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നു. അത്രയും നാള് ദൈവം അവനെ പരിപാലിച്ചു കൊണ്ടുവന്നതിന് അവരെക്കുറിച്ച് അവന് ദൈവത്തിന് നന്ദി പറയും. എന്നിട്ട് കേക്ക് മുറിച്ച് കഴിയുമ്പോൾ പിന്നെ പാടുന്നതാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അപ്പം ഇനിയും ഇതുപോലെ ദൈവം ഒത്തിരി വർഷങ്ങൾ നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് ജീവൻ നൽകട്ടെ എന്നാണ് ആശംസയുടെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞുപോയ 10 വർഷം 100 വർഷം 20 വർഷം 30 വർഷവും വരാനിരിക്കുന്ന 10 വർഷവും 20 വർഷവും 30 വർഷവും 50 വർഷവും കീർത്തനം പറയുന്നത് 70 ഏറിയാൽ 80 എന്നാണ്. 80 വർഷമെങ്കിലും നമുക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പം 80 വരാനിരിക്കുന്ന വർഷങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരട്ടെ എന്നതാണ് നമ്മുടെ ആശംസ. അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും ഇന്ന് ബർത്ത്ഡേ ആഘോഷം നമ്മൾ അനുസ്മരിക്കുക. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ മറ്റു ഉദാശകളിലും ഒക്കെ നടക്കുന്നതാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും. അതുകൊണ്ട് നമ്മുടെ കുർബാനയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എന്തുകൊണ്ടെന്നാൽ എന്നൊരു പ്രയോഗമാണ്. എന്തുകൊണ്ടെന്നാൽ അപ്പം നീ ഇതെല്ലാം ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു, ഓരോന്നോരോന്നോരോന്ന് എണ്ണി നമ്മൾ കുർബാനയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് കുറേ അതായത് മാറിയുടെ കുർബാനയ്ക്കകത്ത് കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് നെസ്റ്റോറിയസിന്റെയും അതുപോലെ തിയോഡോറിന്റെയും അനാഫയിൽ വളരെ കുറേ കൂടി എലാബറേറ്റ് ചെയ്ത് ദൈവം ചെയ്ത കാര്യങ്ങളെ നമ്മൾ കൂടുതൽ അനുഭവവേദ്യമാക്കുവാൻ വേണ്ടി അത് കുറേയും കൂടി ഡീപ്പറായിട്ട് നമ്മൾ അതുപോലെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് റിച്വൽ എന്ന് പറഞ്ഞാൽ ഒരു കുറെ അടയാളങ്ങളും പ്രതീകങ്ങളും, നേരത്തെ നമ്മൾ പറഞ്ഞത് സയൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അടയാളങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ, വ്യക്തികൾ, കുറെ സാധനങ്ങൾ, ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സാധനങ്ങളെല്ലാം ക്രമീകരിച്ച് ഓർഗനൈസ്ഡ് വേ ഓഫ് സൈൻസ് ആൻഡ് സിമ്പിൾസ്. ഓർഗനൈസ്ഡ് സൈൻസ് ആൻഡ് സിമ്പിൾസ് എന്തിനാണത്? വിച്ച് ദ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി യൂസ്. ഒരു സമൂഹത്തിലെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം, കുടുംബമാണെങ്കിൽ കുടുംബം, ഒരു ചെറിയൊരു സമൂഹം
അത് അവരുടെ സന്തോഷവും ആഹ്ലാദവും അതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ റിച്വൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂദാശകളുടെ പരികർമ്മത്തിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ വ്യത്യസ്ത അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളുടെ വാക്കുകളും പ്രവർത്തികൾ എല്ലാം കൂടി അതുകൊണ്ട് അതെല്ലാം ഒരു പ്രത്യേകമായ രീതിയിൽ തന്നെ സർവാധിപനം പാടുന്നു, അല്ലെങ്കിൽ വിരി തുറക്കുന്നു, ഋഷ്മ ആശീർവദിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം ഒരു പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള അതിനെയാണ് റിച്വൽ എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് സയൻസ് ആൻഡ് ജസ്റ്റേഴ്സ് വിച്ച് the members of a community use to interpret and enact for themselves and also for others. തങ്ങൾക്കും തങ്ങളുടെ ആ അനുഭവം കൂടുതൽ ആഴപ്പെടുത്താനും ജീവനെ കുറിച്ചുള്ള അപ്രീസിയേഷൻ, ബർത്ത്ഡേ ആണെങ്കിൽ ജീവനെ കുറിച്ചുള്ള അപ്രീസിയേഷൻ കൂട്ടാനും നമ്മുടെ തന്നെ ബോധ്യങ്ങളും അനുഭവങ്ങളും സന്തോഷവും ഒക്കെ അത് കൂട്ടാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും മറ്റുള്ളവർക്കും അതേ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാഹചര്യം ഒരുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റിച്വൽ അനുഷ്ഠാനം, റിച്വൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അനുഷ്ഠിക്കുക വഴി എനിക്കും ആ യാഥാർത്ഥ്യവും എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആഴപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമാണ്, വിശുദ്ധ കുർബാന അനുസ്മരിക്കുന്ന ദൈവിക രഹസ്യങ്ങളാണ്, കർത്താവിന്റെ രഹസ്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടി മുതൽ രണ്ടാമത്തെ ആഗമനം വരെ എല്ലാ കാര്യങ്ങളെയും അനുസ്മരിച്ച് പ്രത്യേകമായ രീതിയിൽ അനുസ്മരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു അനുഷ്ഠാനത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വളരെ ലാഘവമായിട്ട് കാണുന്നത് ആ രീതി നമ്മൾ മാറ്റേണ്ടതായിട്ട്. അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ അടുത്ത കാലത്ത് ദസിദേരിയോ മാർപ്പാപ്പ പറയുന്ന ഒരു പോയിന്റാണ്, ദ മോഡേൺ വേൾഡ്, മോഡേൺ മാൻ ഈസ് ഇഗ്നറന്റ് ഓഫ് സയൻസ് ആൻഡ് സിംബൽ, ഇല്ലിറ്ററസി ഓഫ് സയൻസ്. ഈ അടയാളങ്ങളെ കുറിച്ചും പ്രതീകങ്ങളെ കുറിച്ചും ഉള്ള ഒരു ധാരണയും ഇല്ലാത്ത ഒരു പുതിയ സമൂഹമാണ് വളർന്നു വരുന്നതാണ് മാർപ്പാപ്പ പറയുന്നത്. ഇല്ലിറ്ററസി ഓഫ് സയൻസ് ആൻഡ് സിംബൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ കൂദാശകളും കുർബാനകളും ഒക്കെ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സമൃദ്ധിയുള്ള സഭകളാണ്. അപ്പൊ ആ കൂദാശകൾ അർത്ഥം മനസ്സിലാക്കി, അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി, പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി, ചേഷ്ടകളുടെ അർത്ഥം മനസ്സിലാക്കി, അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അർത്ഥം, അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സൗദാശിക ജീവിതം നമ്മൾ അർത്ഥപൂർണമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ നമ്മൾ നമ്മുടെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ സഹായിക്കട്ടെ. എത്ര ഇനി സമയം എത്രയുണ്ട്? അച്ഛൻ കുറച്ച് സമയം എടുത്തു, എന്നാലും നമുക്ക് നല്ല കുറെ അറിവുകൾ അച്ഛൻ നൽകിയല്ലോ, പ്രത്യേകം നന്ദി. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. സംശയം ഞാനിപ്പോ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ലേഖനം വായിക്കുന്നത് എപ്പോഴും ശ്രാവയോഹന്നാനെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളും എല്ലാം ശ്രാവയോഹന്നാന്റെ ദൗത്യത്തോട് ചേർത്താണ് ചെയ്യുന്നത്. ഈ വായനകള് സ്നാപയോഹന്നാൻ വായനകൾ മുഴുവൻ പൗലോസ്ലീഹയുടെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്റ്റൽ ഈ മൂന്നാമത്തെ വായനയെ പറയുന്ന ലേഖനത്തെ പറ്റി പറയുമ്പോൾ ദി അപ്പോസ്റ്റൽ എന്നാണ് ലേഖനത്തെ പറ്റി പറയുന്നത്. ദി അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് നോർമലി വി ടേക്ക് ദ റീഡിങ്സ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് പോൾ. എക്സെപ്ഷൻസ് ഉണ്ട്. നോർമലി വി ടേക്ക് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് പോൾ.
പക്ഷെ ഈ ലെറ്റേഴ്സ് ഓഫ് പോളിന്റെ ലക്ഷ്യം എന്താണ്? പോളിന്റെ ലക്ഷ്യം കർത്താവിന് സ്വീകരിക്കാനായിട്ട്, വിശ്വാസം സ്വീകരിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ്. അപ്പം നമ്മുടെ ഈ 4 വായനകളാണ് നമുക്കുള്ളത്. പറഞ്ഞപ്പോ പറയാണ് 4 വായനകളാണ് നമുക്കുള്ളത്. 2 വായനകള് അനാംനിറ്റിക് വായനകളും 2 വായനകള് എപ്പിക്ലെറ്റിക് വായനകളും. അനാംനെറ്റിക് വായനകൾ എന്ന് പറഞ്ഞാല് ദൈവം ചെയ്ത കാര്യങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള വായന. അനുസ്മരിപ്പിച്ചും ഉള്ള വായനകളാണ് അനാംനെറ്റിക് റീഡിങ്സ് എന്ന് പറയുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും അനാംനെറ്റിക് റീഡിങ്? ദൈവം ചെയ്ത കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുന്ന വായനകൾ ഏതായിരിക്കും? പഴയ നിയമം. ഒന്നാമത്തെ വായനയും 4ാമത്തെ വായനയും. ഒന്നാമത്തെ വായനയിൽ ദൈവം പഴയ നിയമത്തിലെ ദൈവം ചെയ്ത കാര്യങ്ങൾ, മോശയുടെ എക്സോഡസ്, ആ കാര്യങ്ങളാണ്. ഈ പഞ്ചഗ്രന്ഥിയിലുള്ള കാര്യങ്ങൾ അതാണ്. പഞ്ചഗ്രന്ഥി മുഴുവൻ എന്താണ്? ദൈവം ചെയ്ത കാര്യങ്ങൾ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അവിടെ അനുസ്മരിക്കുകയാണ്. അത് ഫസ്റ്റ് റീഡിങ്. ആൻഡ് 4th റീഡിങ് ഗോസ്പലിൽ പറയും എന്താണ്? കർത്താവ് യേശുവിനെ ചെയ്ത കാര്യങ്ങൾ അവിടെ അനുസ്മരിക്കുക. അതാണ് 4th റീഡിങ്. അതുകൊണ്ടാണ് ഈ 2 വായനകളെയും അനാംനെറ്റിക് റീഡിങ് എന്ന് പറയും. അതേസമയം മറ്റേ 2 റീഡിങ്സ്, 2ാമത്തെയും 3ാമത്തെയും വായനകൾ, അതിനെ അറിയപ്പെടുന്ന എപ്പിക്ലെറ്റിക് റീഡിങ്സ് എന്ന് പറയും. എപ്പിക്ലെറ്റിക് എന്ന് പറഞ്ഞാൽ അതിനെന്താണ്? ഇൻവോക്ക് ചെയ്യുന്ന, എക്സോർട്ട് ചെയ്യുന്ന, ഇൻവോക്ക് ചെയ്യുന്ന, അപ്പീൽ ചെയ്യുന്ന വായന. അപ്പം ഒന്ന് പ്രവചന ഗ്രന്ഥമാണ്. പ്രവചനം പറയുന്ന എന്താണ്? പ്രവാചകന്മാർ പറയുന്നത് എന്താണ്? നീ നന്നാവണം. ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾ നന്നാവണം, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ദൈവം അത് ചെയ്യും. അങ്ങനെ ആ ഉദ്ബോധനമാണ്, പ്രവചനമാണ്. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നന്നാവണം. ബേസിക്കായിട്ട് യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ്. അതാണ് അതിൻ്റെ സന്ദേശം. ഇത് തന്നെയാണ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളും. നന്നായിട്ട് നടക്കണം, നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നന്നായിട്ട് ജീവിക്കണം എന്നാണ് അടിസ്ഥാനപരമായിട്ട് അതിന്റെ ലക്ഷ്യം. സോ അവർ രണ്ടുപേരും ചെയ്യുന്ന എന്താണ്? ദേ ആർ അപ്പീലിംഗ് ടു ദ പീപ്പിൾ ടു കൺവേർട്ട് ദംസെൽസ്. അവരുടെ ജീവിതത്തെ മാറ്റാനായിട്ട്, ജീവിതത്തെ നവീകരിക്കാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് അതിന് ഇൻവൊക്കേറ്റീവ് അല്ലെങ്കിൽ എപ്പിക്ലെറ്റിക് റീഡിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവിശേഷത്തിന് ഈ വായനകളെല്ലാം സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. സുവിശേഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതിന്റെ എല്ലാം പൂർത്തീകരണം സുവിശേഷത്തിലാണ്. അപ്പൊ സുവിശേഷത്തിന് മുന്നോടിയാണ് ഈ വായനകളെല്ലാം നടക്കുന്നത്. ക്രോണോളജിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം കഴിഞ്ഞിട്ടാണ് ലേഖനം, ക്രോണോളജിക്കലി. പക്ഷെ അതിന്റെ പർപ്പസിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദ റീഡിങ് ഈസ് ടു ലീഡ് ഓൾ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ വായനകളുടെയൊക്കെ ലക്ഷ്യം. സുവിശേഷമാണ് പൂർണ്ണത. അതായത് ഈ കർത്താവിന് കർത്താവിന്റെ പരസ്യം എല്ലാം കൂടി ചേർന്ന് അതിന് കർത്താവിന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് എല്ലാ വായനകളും ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ വെച്ചാൽ കൂദാശകൾ അല്ലാതെ ഇപ്പം പ്രൊഫഷൻ ഒക്കെ സന്യാസ സമൂഹത്തിൽ അതൊക്കെ കൂദാശ അനുകരണങ്ങളുടെ ഇതിൽ, അതായത് സാക്രമെന്റൽസിലല്ലേ വരുന്നത്? അങ്ങനെ ഒരു നമുക്ക് ഇപ്പം അതായത് സാക്രമെന്റ്, ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വരുന്നൊരു പോയിന്റാണ്. സാക്രമെന്റൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മുടെ സഭയിലെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ആർ മിസ്റ്ററീസ്, എല്ലാം ദൈവിക രഹസ്യങ്ങളാണ്. ചെറുതായാലും വലുതായാലും. ഇപ്പൊ വീട് വെച്ചിരിക്കുന്നത് പോലും ദൈവിക ഒരു രഹസ്യമാണ്. അനാമളം വെള്ളം വെഞ്ചിരിക്കുന്നത് ഒരു രഹസ്യമാണ്. സൈൻ ഓഫ് എ ഇൻവിസിബിൾ ഗ്രേസ് അല്ലേ? നമ്മളൊരു വെള്ളം വെഞ്ചിരിക്കുമ്പോൾ എന്താണ് അതിനകത്ത്? അനാവെള്ളം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈ വെച്ചുകൊണ്ട് അല്പം ഉപ്പിട്ടിട്ടും പിന്നെ അല്ലെങ്കിൽ മെയിനായിട്ടുള്ളത് ഈ റുഷ്മ ചെയ്യുന്നതാണ്. അപ്പൊ ഈ റുഷ്മ ചെയ്യുന്നത്
അത് ദാറ്റ്സ് എ മിസ്റ്ററി. അത് 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 ആ ചെറിയൊരു പ്രവൃത്തിയിലൂടെ ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ വെള്ളം അത് ഒരു സീക്രട്ട് വാട്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ പ്രൊസീജിയർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെങ്കിൽ വൈദികന്റെ പ്രവർത്തികളും പ്രാർത്ഥനകളും കൂടുന്നതാണ് ഒരു രഹസ്യം. വാട്ട് ഈസ് എ മിസ്റ്ററി? എ മിസ്റ്ററി ഈസ് ദ ഫ്രൂട്ട് ഓഫ് എ പ്രീസ്റ്റ് പ്രയർ ഇൻ ദ ചർച്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ചർച്ച്. ഒരു വൈദികൻ പ്രാർത്ഥിക്കുന്നു, ചില ആംഗ്യങ്ങളും പറഞ്ഞിരുന്നത് ആ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തി അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ആൻഡ് വെർബ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ, വെർബിസ്റ്റ്. അതാണ് വേർഡ്സ്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ആ ലേഖനത്തിൽ അല്ലെങ്കിൽ ആ നോട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തിയാണ് വൈദികന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് വൈദികൻ അത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. അത് നോട്ട് ബിക്കോസ് വൈദികൻ ഈസ് അമാനുഷ്യനായിട്ടൊന്നല്ല. ഈസ് പാപിയും ബലഹീനരും ഒക്കെയാണ്. പക്ഷെ when he does Christ, then it becomes a sacred act. അല്ലെങ്കിൽ അതിന് യാതൊരു വാലിഡിറ്റി ഇല്ല. സഭ പറയുന്നത് അത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്ന മിനിമം സഭ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ആർജവം വൈദികർ കാണിക്കണം എന്ന് പറയും. സഭ ചെയ്യുന്ന പോലെ ചെയ്യാനുള്ള ഒരു ആർജവം, മിനിമം അറ്റ്ലീസ്റ്റ് ടു ഡു perform a sacrament as the church intends എന്നാ പറഞ്ഞിരിക്കുന്നത്. സഭ പറയുന്നത് പോലെ ചെയ്യാനായിട്ടുള്ള ആർജവം. അത് ചെയ്യുമ്പോഴാണ് അതൊരു കൂതാശയായിട്ട് അല്ലെങ്കിൽ ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് അതിനെ മാറുന്നത്, അല്ലെങ്കിൽ വസ്തുവായിട്ട് ഒരു സേക്രഡ് വസ്തുവായിട്ടോ സേക്രഡ് ആക്ഷൻ ആയിട്ടോ ഒക്കെ മാറുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ who gives the guarantee? ഈ കൂതാശയാകുന്നു അല്ലെങ്കിൽ അത് സേക്രഡ് ആകുന്നു ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്കുള്ള ഗ്യാരണ്ടി എന്നതാണ് ഈ സഭ പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി. അതാണ് അതിന്റെ പോയിന്റ്. ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തു കഴിഞ്ഞാൽ അതിന് there is no guarantee that action is sacred or it is fruitful. അതാണ് സഭ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ഡോക്യുമെന്റിൽ ജസ്റ്റിസ് വെർബിസ്റ്റയിൽ പറയുന്ന കാര്യം. നമ്മൾ ഇഷ്ടംപോലെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ദൈവവും വരണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരിയാവുന്നു, അത് നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ആ ഡോക്യുമെന്റിന് ഇത്ര പ്രാധാന്യം പറ്റുന്നത്. സഭ ചെയ്യുന്നത് പോലെ ചെയ്യുക, സഭ ചെയ്യുന്ന പോലെ ആഗ്രഹിക്കുന്നത് പോലെ പരിക്രമങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതൊരു കുഞ്ഞു കാര്യം മതി. അതുപോലും നമുക്ക് തോന്നുന്നത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പോലും ഡോക്യുമെന്റ് പറയുന്നത് എന്താണ്? ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്, ഇറ്റ് ഈസ് സ്റ്റിൽ ഇല്ലിസിറ്റ് എന്നാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻവാലിഡ്, വാലിഡിറ്റിയെ അത് അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ പ്രവൃത്തി, അതായത് സഭ പറയുന്ന പോലെ ചെയ്യാതെ വരുമ്പോൾ ആ പ്രവൃത്തി ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ഇല്ലിസിറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നൈയാമികമല്ല, നിയമാനുസൃതമല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, വൈദികരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത്. അച്ഛാ, ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെ നമ്മള് സ്വർഗസ്നായ പിതാവെ ചെല്ലുമ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെന്ന് ചെല്ലും. പിന്നെ കുർബാനയിലൊക്കെ നമ്മള് ജോമാലയൊക്കെ ചെല്ലുമ്പോ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ചെല്ലും. അപ്പൊ നമ്മള് ഏത് സ്വർഗസ്നായ പിതാവെയാ ചെല്ലേണ്ടത് നമ്മുടെ ജോമാലയിലൊക്കെ? അത് ഏത് ചേർന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം കഴിഞ്ഞ ദിവസം ഈ സെൻട്രൽ യൂണിറ്റ് കമ്മിറ്റിയിൽ ചർച്ച വന്നു കഴിഞ്ഞപ്പോ ഒരുപോലെ ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപോലെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു ലത്തീൻ സഭയെ നമ്മൾ നോക്കണ്ടേ, മലങ്കര സഭയെ നോക്കണ്ടേ. മലങ്കര സഭയിൽ അവരുടെ
സർവീസ് നായകരാവ് ചെല്ലുന്നത്. ലത്തീൻ സഭയിൽ അവരുടെ ഒരു രീതിയിലാണ് അവർ കുർബാന. അല്പ സ്വല്പ വ്യത്യാസമുള്ളൂ എങ്കിൽ പോലും. പിന്നെ മാർപ്പാപ്പ ഇതൊന്നും ഔദ്യോഗികമായി പഠിപ്പിച്ച, ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ആ മാറ്റം ഔദ്യോഗികമായി പഠിപ്പിച്ചതൊന്നല്ല. പക്ഷെ നമ്മൾ തീക്ഷ്ണത മൂത്തിട്ട് നമ്മൾ ഭയങ്കര ഭക്തന്മാരാണല്ലോ, മാർപ്പാപ്പയുടെ വലിയ ഭക്തന്മാരാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതങ്ങ് ഏറ്റെടുക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഓരോ സഭയുടെയും അത് എങ്ങനെയാണോ പ്രാർത്ഥനകളിൽ സഭ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മലങ്കര സഭക്കാരൊന്നും ഇത് മാറ്റാൻ പോയിട്ടില്ല, നമ്മൾ പെട്ടെന്ന് മാറ്റി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ സഭയുടെ പ്രശ്നങ്ങളാണ് അതൊക്കെ. പക്ഷെ അവസാനം ഇപ്പൊ ഉത്തരം മറുപടി പറയുമ്പോൾ എന്നാണ്, ഒരിക്കൽ സഭ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ സഭ അത് ചെയ്യേണ്ടത് എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിലും, അത് കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും യാമപ്രാർത്ഥനയിലാണെങ്കിലും കുർബാനയിലാണെങ്കിലും കൂദാശകളിലാണെങ്കിലും എല്ലാം ഒരുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു രീതിയിൽ പ്രാർത്ഥന, വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ സർവീസിനായി, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് മാറും. അത് ഉണ്ടാകാതിരിക്കാനായിട്ട് സഭയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച വന്നപ്പോൾ പറഞ്ഞത്. സഭയുടെ ഉത്തരവാദിത്വമാണ്. നൗ ദിസ് ഈസ് അവർ വേ ഓഫ് സേയിങ് ദ ലോർഡ്സ് പ്രയർ. അത് വ്യക്തമാക്കണം. അത് കാറ്റഗിസം പുസ്തകത്തിനകത്ത് എല്ലായിടത്തും പോലെ ആദ്യം ഇത് തീരുമാനിക്കണം, ഇത് ശരിയാണോ. ഇപ്പൊ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ആ മാറ്റം പോലും ശരിയാണോ അല്ലയോ എന്നുള്ളത് പഠിക്കണം. പഠിച്ചിട്ട് അത് നമുക്ക് ബാധകമാണ്. ഒന്നാമത് ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാർപ്പാപ്പ പറയുന്നത് മുഴുവൻ അപ്പാടെ അതുപോലെ നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. മാർപ്പാപ്പ അടിസ്ഥാനപരമായിട്ട് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ലത്തീൻ സഭയെയാണ്. അല്ലെങ്കിൽ മാർപ്പാപ്പ പറയണം, ഞാനിപ്പോ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ സഭകൾക്കും, കത്തോലിക്ക കമ്മ്യൂണിയനിലുള്ള, അതായത് കത്തോലിക്ക 24 സഭകളാണുള്ളത്. ഈ 24 സഭകൾക്കും ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ ബാധകമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വി മസ്റ്റ് ടേക്ക്. അല്ലാത്തിടത്തോളം കാലം മാർപ്പാപ്പ ഒരു ദിവസം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായ മാർപ്പാപ്പയാണ്. പക്ഷെ പിതാവ് കുർബാന ചിലപ്പം ചില പുള്ളിയുടേതായ ചില വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുള്ളി ചെയ്യുമായിരുന്നു. അത് ടെക്സ്റ്റിനകത്ത് പറഞ്ഞ പോലെ ഒന്നല്ല പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ചില രീതികളെന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പം മാർപ്പാപ്പ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇങ്ങനെ പോസ്റ്റ് ഉയർത്തി ഇങ്ങനെ കാണിക്കുമായിരുന്നു. മാർപ്പാപ്പ കാണിക്കുക ഉടനെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ നിർത്തി കാണിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, അല്പം ഉയർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവിന്റെ സമയത്ത് പൊക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ആ സമയത്ത് മാത്രമാണ് പൊക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് വെൻ ഇറ്റ് ഈസ് റെഡി ഫോർ കമ്മ്യൂണിയൻ, അതുവരെ ഇറ്റ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് ട്രാൻസ്ഫോംഡ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള സ്പിരിറ്റ് എടുത്തു കഴിഞ്ഞാൽ കൈയോട് തൊടാൻ പോലും പാടില്ല. ഇറ്റ് ഈസ് സെറ്റപ്പാർട്ട് ചെയ്തിരിക്കാണല്ലോ. ശ്വാസപ്പ് കൊണ്ട് സെറ്റപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എപ്പിക്ലേസിസ് വരെ തൊടാൻ പാടില്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ അല്പം പൊക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അല്പം പൊക്കാം, ഓക്കെ. പക്ഷെ എന്ന് വിചാരിച്ചതൊന്നും ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നും. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് എന്നുള്ള ആ ഒരു ഇത് ഉണ്ടല്ലോ നമ്മളുടെ ഇത് പറഞ്ഞത്, സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം CLC കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോഴും അതില് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇറ്റാലിയനില് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഭാഷയിലല്ല ലത്തീൻ ഭാഷയിൽ അത് ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് എന്ന രീതിയിലാണല്ലോ ഇപ്പൊ മാറ്റിയിരിക്കുന്നത് എന്ന തരത്തിലല്ലേ പറഞ്ഞത്? ഓൾറെഡി അങ്ങനെ തന്നെ പറയുന്നത്. പറയുന്നത് ഇപ്പം കർത്താവ് നമ്മളെ പ്രലോഭിപ്പിക്കാറില്ല. അപ്പം അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്താണ് എന്നുള്ളത് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം എന്താ അറിയോ, നമ്മള് ഇപ്പോഴത്തെ ഈ 2000 വർഷം സഭാപിതാക്കന്മാരും ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകള് ഒരു സുപ്രഭാതത്തിൽ ഇതാണ് ശരി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അനാരോഗ്യമുണ്ട്. ആ അനാരോഗ്യം നമ്മളെങ്കിലും മനസ്സിലാക്കുന്നല്ല, അത്രേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, അൾട്ടിമേറ്റ്ലി സഭ പറയുന്നു ഇതുപോലെയാണ് ചെല്ലേണ്ടത്, അതുപോലെ ചെല്ലുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു പിടിവള്ളിയില്ല.
ഒരാൾ ഈ രീതി ചെല്ലുന്നു, വേറെ ആൾ ആ രീതി ചെല്ലുന്നു. അപ്പം there is no common principle to be followed. അപ്പൊ അതുകൊണ്ട് അത് സഭ പറയുന്നത് ഇങ്ങനെയാണ്, അതുപോലെ ചെല്ലുക എന്ന് മാത്രം. പിന്നെ തെറ്റാണെന്ന് ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ കുദാശകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനകത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ബാധ്യതയും കൂടി സഭയ്ക്കുണ്ട്. ചർച്ച ഷുഡ് ടേക്ക്. അന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഏതായാലും നമ്മുടെ ലിറ്റർജിയിലേക്ക് അങ്ങനെ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയായിരുന്നു എന്ന് പറയുമ്പോൾ, ലിറ്റർജിക്കൽ ടെക്സ്റ്റ് എല്ലാത്തിന്റെ ഒരു ബേസിസ് ആയതുകൊണ്ട് മറ്റു നമ്മുടെ സ്വകാര്യ അങ്ങനെ അച്ഛൻ ഓർക്കുന്നുണ്ട്. അന്ന് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നമ്മൾ ലത്തീൻ സഭയെ നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാനദണ്ഡം ലത്തീൻ സഭയും മലങ്കര സഭയും എന്നല്ല. നമ്മുടെ മാനദണ്ഡം അവർ ചർച്ച്, അവർ സിനഡ് ഈസ് മേക്കിംഗ് ദ ലോസ്, ലിറ്റർജിക്കൽ ലോസ് ഫോർ അവർ ചർച്ച്. അല്ലാണ്ട് ലത്തീൻ സഭ അങ്ങനെ ചെയ്യുന്നു, അപ്പൊ നാളെ ലത്തീൻ സഭ വേറെ രീതിയിൽ ചെയ്യുന്നു, ഉടനെ നമ്മൾ ഉടനെ മാറ്റാൻ പോവാണ്. സോ ദാറ്റ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ. പക്ഷെ സഭ ചെയ്യുമ്പം should have clear reasons and clear explanation for such a change. അത് ചിലപ്പോഴും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ്. നമ്മുടെ ഇപ്പൊ ബേസിസ് ആയിട്ട് അതാണല്ലോ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനായിട്ട്. നമ്മളിപ്പോ കുർബാനയിൽ ഉള്ളതുപോലെ എല്ലായിടത്തും അങ്ങനെ ആക്കണമെന്നാണ് ഉള്ളത്. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് കരുതിയാണ് നമുക്ക്. ഒരു ചോദ്യം കൂടി ഉണ്ട്. നന്മ പറഞ്ഞു പറയുമ്പോൾ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമാണോ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്ന്. ഉദരത്തിന് അത് ഇവിടുത്തെ ഒരു വേദപാഠ അധ്യാപകരൊക്കെ പറഞ്ഞു ഉദരത്തിൽ ഫലം ചെല്ലേണ്ടത്, ഉദരത്തിന്റെ ഫലമെന്നല്ല ചെല്ലേണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അല്ല, അതൊക്കെ ലാംഗ്വേജിൻ്റെതാണ്, ലാംഗ്വേജിന്റെ ന്യൂവാൻസസ് ഒക്കെയാണ്. അതുപോലെ ലാംഗ്വേജ് അത് ഞാൻ പറഞ്ഞത്, അത് പഠനം നടത്തി സഭ അവസാനം ഒരു പറയണം ഇങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് പറയും. അങ്ങനെ ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ചെല്ലാവും. ഇപ്പം അത് പണ്ട് കാലത്ത് ഇപ്പം ട്രാൻസ്ലേഷൻ ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആകാശങ്ങളിലേക്ക് ഞങ്ങളുടെ വാവായി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്രോതസ്സനായ പിതാവിനായി. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പക്ഷെ സഭ പഠിപ്പിക്കുമ്പോൾ, സഭ ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ലിറ്റർജിക്കൽ കാറ്റഗൈസിസ് നടന്നിരിക്കണം. ഞാൻ ഈ ലത്തീൻ സഭയിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പരിഷ്കരിക്കണം, അല്ലെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ മാറ്റണം എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ അതിനകത്ത് ജനങ്ങളെ ബാധിക്കുന്ന അധികം പ്രാർത്ഥനകളൊന്നുമില്ല. ജനങ്ങളെ ബാധിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ഡോമിനിസ് ഒബിസ്കും. അതിന് മറുപടി എത്തുക്കും സ്പിരിത്തു തൂവോ, അതാണ് ഒറിജിനൽ. എത്തുക്കും സ്പിരിത്തു തൂ ആൻഡ് ഓൾസോ വിത്ത് യുവർ സ്പിരിറ്റ്, അതാണ് മറുപടി. പക്ഷെ ഇംഗ്ലീഷില് ആ ടെക്സ്റ്റിനകത്ത് കിടന്നിരുന്നത് ദ ലോർഡ് ബി വിത്ത് യു ആൻഡ് ഓൾസോ വിത്ത് യു എന്നാണ്. ഇംഗ്ലീഷിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്ന് റോമി എന്ന് പറഞ്ഞു. ബെനഡിക്ട് മാർപ്പാപ്പയാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്. അത് മാറ്റി കഴിഞ്ഞ് തീരുമാനം എടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ ഓസ് പിതാവ് ഒരിക്കൽ ബോംബെയിൽ ഒരു കോൺഫറൻസ്, നമ്മുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, സീറോ മലബാറിന്റെ LRC ഓർഗനൈസ് ചെയ്ത ഒരു സെമിനാർ. ആ സെമിനാറിന് പുള്ളി ആശംസ അർപ്പിക്കാനായിട്ട് വന്നു. അത് നേരെ പുള്ളിയാണ് ഇതിന്റെ ചർച്ച കഴിഞ്ഞിട്ട് നേരെ റോമിന്ന് അവിടെ വരികയും ചെയ്തു. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിന് എക്സ്പ്ലനേഷൻ തന്നത് ഈ എത്തുക്കും സ്പിരിറ്റ്. ഫസ്റ്റ് റീസൺ ഈസ് ദ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഈസ് എത്തുക്കും സ്പിരിറ്റ് തുവയുടെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഈസ് ആൻഡ് ഓൾസോ വിത്ത് യുവർ സ്പിരിറ്റ്, അതാണ് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം. രണ്ടാമത്തേത് പറഞ്ഞത് ഓറിയന്റൽ സഭകളില് അങ്ങനെയാണ്. ഇനി എന്താണ് ഈ സ്പിരിറ്റിന്റെ അർത്ഥം എന്താണെന്നറിയാം. ആൻഡ് ഓൾസോ വിത്ത് യുവർ, ഇപ്പൊ നമ്മുടെ സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരാക്കന്മാർ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? സഹോദരാക്കന്മാർ പറയുന്നത് നിന്റെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും. അങ്ങയുടെ ആത്മാവ് എന്താ? ദ സ്പിരിറ്റ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. ദ സ്പിരിറ്റ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് നിന്നോടും നിന്നിലുള്ള പൗരോഹിത്യത്തിന്റെ ആത്മാവിനോടും കൂടി ഉണ്ടായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അത് എന്നിട്ട് പുള്ളി പറഞ്ഞു
പൗരസ്ത്യ സഭകൾ അങ്ങനെയാണ്. അതുകൊണ്ട് വി ഹാവ് ടു മേക്ക് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ പിതാവ് അല്ലെങ്കിൽ ഒരു ബെനഡിക്ട് മാർപ്പാപ്പ കട്ടായം പറഞ്ഞു അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിലേക്ക് ടെക്സ്റ്റ് വന്നു. എനിക്ക് തോന്നുന്നത് ഒരു 2013-13 12 മറ്റാണ് അത് ക്രിസ്മസിന് ആഡ്വെന്റിൽ തുടങ്ങണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ആഷ്ഠ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു ലത്തീൻ സെമിനാരി ഉണ്ട്. ആ സെമിനാരിൽ പഠിപ്പിക്കാനായിട്ട് പൗരസ്ത്യ സഭകളെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ആ അഡ്വെന്റിലാണ് പോയത്. ആ അഡ്വെന്റിൽ അവർ കുർബാന രജിസ്റ്റർ ചെയ്തു. അപ്പൊ ചോദിച്ചു പിടിച്ചു വന്നു കഴിഞ്ഞപ്പം ഇവര് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ തെറ്റിച്ചാ ചെയ്തിരിക്കുന്നത്. അയച്ച ടെക്സ്റ്റ് റോം പറഞ്ഞു അത് കത്തിച്ചു കളഞ്ഞോളാൻ പറഞ്ഞു. ഉണ്ടാക്കിയ ടെക്സ്റ്റ് മുഴുവൻ, പ്രിന്റ് ചെയ്ത ടെക്സ്റ്റ് മുഴുവൻ കത്തിച്ചു കളയത് കനോട്ട് ബി യൂസ്ഡ് എന്ന് പറഞ്ഞു. ലത്തീൻ സഭയിൽ അത് നടക്കും, സീറോ മലബാർ സഭയിൽ അത് നടക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഒരു മാർപ്പാപ്പ പറഞ്ഞു കത്തിച്ചു കളഞ്ഞേക്കാം. കോൺഗ്രിഗേഷൻ പറഞ്ഞു ഡിവൈൻ വർഷിപ്പിന് ഇറ്റ് വിൽ നോട്ട് ബി അപ്രൂവ്ഡ് ആൻഡ് കനോട്ട് ബി സൈഡ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഞാൻ പറഞ്ഞു വന്നതല്ലായിരുന്നു. ഈ എത്തിക്കോ സ്പിരിത്വം എന്ന് മാത്രമേ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഈ സാധനം യൂറോപ്പില് എത്ര നാളായിരുന്നറിയോ അതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട്. അത് പ്രാവർത്തികമായി എന്നും അവർക്ക് കാറ്റഗൈസിസ് ആണ്. ഒരു കുഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്നും ഇതിനെ പറ്റി പള്ളികളിൽ പറയുമായിരുന്നു യൂറോപ്പില്. അപ്പം പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ ഒരു മല മറിച്ചിട്ടാൽ പോലും ഒരു കാറ്റഗൈസും ഇല്ല, ഒന്നുമില്ല. അതാണ് നമ്മുടെ സഭയുടെ ഒരു അവസ്ഥ. എന്തും ആകാം, എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് നമ്മുടെ വൈദികരും മെത്രാന്മാരും ഒക്കെ ചെയ്തും പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഹലോ റോമിൽ നിന്ന് ആ കോൺഗ്രിഗേഷൻ ഓർഡർ ഇടുകയേ ഉള്ളൂ. എന്താണ് ഓർഡർ ആരിട്ടു? അച്ഛാ എന്നാൽ നിർത്താല്ലേ? ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് ഉദ്ദേശിക്കുന്നത് 27-ാം തീയതിയാണ് നമ്മുടെ 27